നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ആശമാരുടെ സമരം 50-ാം ദിവസത്തിൽ. മുടിവെട്ടിയായിരുന്നു ഇന്നവരുടെ പ്രതിഷേധം. ആശമാർക്ക് ആശ്വാസമായി BJP ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ മുന്നോട്ട് വന്നപ്പോൾ പ്രതിഷേധം വകവയ്ക്കാതെ പൂർണ്ണമായും അവഗണിച്ച് ഇടതുമുന്നണി സർക്കാർ. തൊഴിലാളികളെയും സ്ത്രീകളെയും ചേർത്ത് പിടിക്കുന്നുവെന്ന് വാക്കാൽ പറയുന്നവരുടെ തനി സ്വരൂപം ഇതാ അനാവൃതമായിരിക്കുന്നു. രാപ്പകലുകളിലും വെയിലത്തും മഴയത്തും പട്ടിണി കിടന്നും പടവെട്ടുന്നവരോട് ഒരിറ്റ് കരുണ കാണിക്കാതെ അഹങ്കാരവും ധൂർത്തും മുഖമുദ്രയാക്കിയ സർക്കാർ പുലർത്തുന്ന അവജ്ഞയും അവഗണനയും കേരളത്തിന് തന്നെ അപമാനമല്ലേ? ജനം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മുടിവെട്ടി ആശമാർ, മുറിയാത്ത ആത്മരോഷം. ആശമാരുടെ പ്രതിനിധിയായി എസ് ശാലിനി സമരപ്പന്തലിൽ നിന്നും തത്സമയം ജനം ഡിബേറ്റിൽ പങ്കെടുക്കുന്നു. ഒപ്പം വിവിധ സ്റ്റുഡിയോകളിൽ നിന്നായി അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ഇടത് സൈദ്ധാന്തികൻ പണ്ഡ്യാല ഷാജി, NCP നേതാവ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു എന്നിവരും ചേരുന്നു. ആശമാരുടെ ഇന്നത്തെ മുടിവെട്ടിയുള്ള പ്രതിഷേധം, ആ സമരപ്പന്തലിൽ നിന്ന് കരളലിയിക്കുന്ന ചില രംഗങ്ങൾ നാം കണ്ടു. അതിലേക്ക് ഒന്ന് പോയി ചർച്ചയിലേക്ക് വരാം. ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? പറയൂ, നിങ്ങൾ പറഞ്ഞു തരൂ. ഈ പാവങ്ങളെ എവിടെ കൊണ്ട് വയ്ക്കോ? ഇവര് 3 പേരും ഇതിന് ഞങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ ഇവര് ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? ദൈവമേ, ഈ പാവം എവിടെ കൊണ്ട് വയ്ക്കോ? ഇവര് 3 പേരും ഇതിനൊരു സമാധാനം അയ്യ 232 രൂപയ്ക്കാണ്. ദൈവമേ, ഈ പാവം എവിടെ കൊണ്ടുവയ്ക്കും ഭഗവാന്? ഈ മന്ത്രിമാരെ എവിടെ കൊണ്ടുവയ്ക്കും? ദൈവമേ, ഞങ്ങൾക്ക് സഹിക്കണില്ലേ? ഇതാണ് ഞങ്ങളുടെ പ്രതികാരം. ഇതിന് സമാധാനം പറയണം 3 മന്ത്രിമാരോട്. ആരോഗ്യവകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി, ധനമന്ത്രി, ഒരു 3 പേരിനും സമാധാനം പറഞ്ഞേ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ദൈവം കൊടുക്കും. ഞങ്ങളുടെ മന്ത്രി സമാധാനം പറഞ്ഞേ പറ്റും. ശാലിനിയിലേക്ക് പോകുന്നു. ശാലിനി, 50 ദിവസം പിന്നിടുന്ന സമരം, സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും നിർലോഭം പിന്തുണ ലഭിക്കുന്നുണ്ട്. പക്ഷേ കണ്ണ് തുറക്കേണ്ടവ കണ്ണ് തുറക്കുന്നില്ല. സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടോ ശാലിനി? തീർച്ചയായും നമ്മൾ സമരം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുന്നിലേക്കാണ് വരുന്നതെന്നാണ് ഈ കഴിഞ്ഞ 50 ദിനങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇന്ന് ഈ 50-ാം ദിനത്തിൽ ഞങ്ങളത് ഒരു കരിങ്കല്ലിന് പുറകിലാണ് ഇരുന്ന് സമരം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നത്. വളരെ വൈകാരികമായിട്ടാണ് ഞാനിത് പറയുന്നത്. സ്ത്രീകൾ ഏറ്റവും താലോലിച്ച് ഓമനിച്ച് വളർത്തുന്നതാണ് അവരുടെ തലമുടി. ഒരു മുടി കറുക്കുകയോ ഒരു മുടി കൊഴിയുകയോ ചെയ്യുമ്പോൾ സ്ത്രീകൾ വ്യാകുലപ്പെടും, എൻ്റെ മുടി കൊഴിഞ്ഞു എന്ന്. ആ മുടി മുറിച്ചിട്ടാണ് ഇന്ന് അമ്മമാരും എന്നെപ്പോലുള്ള സഹോദരിമാരും ഈ 50-ാം ദിവസത്തിൽ, ഞങ്ങളുടെ രാപ്പകൽ സമരത്തിൻ്റെ 50-ാം ദിവസവും ഞങ്ങളുടെ അനിശ്ചിതകാല നിരാഹാര സമരത്തിൻ്റെ 12-ാം ദിവസവുമാണ് ഇന്നും നിരാഹാരമിരുന്ന ബീന പീറ്റർ എന്നുള്ള ചേച്ചിയെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഷുഗർ ലെവലൊക്കെ ഡൗണായി, BP കൂടി, അതിൻ്റെ പേരിൽ GH ഞങ്ങൾ അഡ്മിറ്റാക്കി. അപ്പം ഇത്രയേറെ വൈകാരികമായ കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. കണ്ണ് തുറക്കേണ്ടവർ കണ്ണ് തുറക്കുന്നില്ല. ഈ സാധു സ്ത്രീകൾ എന്ത് തെറ്റാണ് ഈ ഭരണകൂടത്തിന് മുമ്പിൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തെ അംഗീകരിക്കാത്തത്. ഇവിടെ CITയും INTUCയും ഒക്കെ സമരം ചെയ്താലേ ഇവിടുത്തെ സർക്കാർ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ CITയുടെ മാത്രം സമരങ്ങൾ അവരുടെ കുത്തകയാണെന്നൊരു തോന്നൽ. കാരണം അങ്ങനെ പറയാനുള്ള കാരണം CITയുടെ പല മുതിർന്ന നേതാക്കന്മാരും പൊതുസ്ഥലങ്ങളിൽ ഞങ്ങളെ വളരെ എന്താ പറയുക, ഒരു ദയയില്ലാത്ത രീതിയിലാണ് പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ അവർ ആക്ഷേപിച്ചത്. അതെല്ലാം അവഹേളനങ്ങളും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ 50 ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ സമരം സർക്കാർ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചാലും ഞങ്ങൾ അംഗീകരിക്കാതെ വിട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ കേരളീയ സമൂഹം ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു. വെറും 232 രൂപയ്ക്കാണ് സാധുക്കളായ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റ് മുമ്പിൽ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 50 ദിനങ്ങളായത്.
നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഈ സാധു സ്ത്രീകളോട് ചെയ്തത്. മധ്യവയോധികനായ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് നിരാഹാരത്തിലേക്ക് പോയപ്പോൾ ആ സാധു മനുഷ്യൻ മരിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ തങ്ങളുടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് മഹാകളങ്കമായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനമെടുത്തത്. എന്നാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള നമ്മുടെ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ, സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ ഈ സ്ത്രീജനങ്ങളെ കാണുന്നില്ല. അവരുടെ പല നേതാക്കളും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ശിവൻകുട്ടി എന്ന വ്യക്തി, അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഈ മുറിച്ച മുടിയെല്ലാം എടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊണ്ടുകൊടുക്കാൻ. ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് മുടിവെട്ടി അയക്കേണ്ടത് മന്ത്രി ശിവൻകുട്ടി പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കേന്ദ്രത്തോടും പറഞ്ഞിട്ടുണ്ട്, 17 വർഷക്കാലമായി ഞങ്ങളുടെ ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടില്ല, അത് കൂട്ടണമെന്ന്. ഇവിടെ വന്നപ്പോൾ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപി സാറിനോട് ഞങ്ങൾ അത് ഒരു അപേക്ഷയായിട്ട് വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അദ്ദേഹം അത് അറിയിക്കുകയും ചെയ്ത് ഇൻസെൻറ്റീവിൽ വർധന ഉണ്ടാക്കുമെന്നാണ് അവിടെ നിന്ന് അറിയിച്ചത്. പക്ഷേ ഒരു വാക്കാൽ അതും ഞങ്ങൾ എടുക്കുന്നില്ല. ഞങ്ങൾക്കത് ഉത്തരവായി തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഓണററി വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ കേരള സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ ഓണറേറിയം വർദ്ധിപ്പിച്ചു. അപ്പോൾ പിന്നെ ഇവർ പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി എന്തിന് കള്ളം പറയുന്നു? അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, കേന്ദ്ര സർക്കാർ കൊടുത്താലേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഇരട്ടത്താപ്പല്ലേ? 1000 രൂപ UDF ഭരിക്കുന്ന സമയത്ത് കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ LDF ഭരിച്ചപ്പോൾ 7000 കൊടുക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എപ്പോഴും പറയുന്നത്. ഈ 7000 രൂപ കൊണ്ട് ഇവർക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റും? അവരുടെ ഒരു ദിവസത്തെ അലവൻസാണ് 7000. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് കിട്ടുന്ന 1.5 ലക്ഷത്തോട് അടുപ്പിച്ചുള്ള ഓണറേറിയമാണ് അവർ കൈപ്പറ്റുന്നത്. വീണ മാഡത്തിന് ചിലവാക്കി കഴിയാൻ പറ്റുമോ? വെറും 232 രൂപ കൊണ്ട് പറ്റില്ല. അവർ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി അവർ ചായ കുടിച്ചാൽ പോലും അതിൻ്റെ ബില്ല് വരും 250 രൂപ. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ആശാ വർക്കർ 232 രൂപ കൊണ്ട് അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ പറയാ നിങ്ങൾക്ക് എല്ലാ ജോലിക്കും പോകാമെന്ന്. പക്ഷേ ഞങ്ങളിൽ നിന്ന് JPHന്മാർ ഉൾപ്പെടെ ഒരു മാസത്തേക്കുള്ള, ഇതിപ്പോൾ മാർച്ച് 31 അടുത്ത ഏപ്രിൽ മാസത്തേക്കുള്ള ഈ ജോലിയിൽ കയറിയ പല ആശമാരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെയാണ് കൊടുത്തത്. എന്താ പറയുന്നത്, ഒരു ആക്ഷൻ പ്ലാൻ 1-ാം തീയതി മുതൽ ഏപ്രിൽ 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ ഞങ്ങൾ എന്താണ് ഓരോ ദിവസവും ചെയ്യുന്നുള്ള പ്രവൃത്തികൾ എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ മന്ത്ലി റിപ്പോർട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സർക്കാർ വാങ്ങിക്കുകയും പിന്നീട് നിങ്ങൾക്കൊന്നിനും എവിടെ വേണോ പോവാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. NHMലെ ആൾക്കാർ അതാ പറയുന്നത്. അതായത് സർക്കാർ എപ്പോൾ പറയുന്നു അതനുസരിച്ചൊക്കെ NHM അവരുടെ സർക്കുലറുകൾ മാറ്റിക്കൊണ്ടിരിക്കും. വ്യക്തമായ ഒരു മാനദണ്ഡമില്ലാതെയാണ് ഞങ്ങൾക്കിപ്പോൾ പണിയെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. പണിയെടുപ്പിക്കുമ്പോൾ തൊഴിലാളിയും വേതനം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. സ്ത്രീ തൊഴിലാളികളെ എത്രത്തോളമാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്നും പൊതുസമൂഹം മനസ്സിലാക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്നും ചാനൽ ചർച്ചകളിൽ പറഞ്ഞ് പൊതുജനത്തിന് ഇപ്പോൾ ഞങ്ങളെക്കാളും അറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാൻ. അപ്പോൾ ഒരുപാട് കാലം ഞങ്ങൾ അധ്വാനിച്ചിട്ട് വെറും കൈയോടെ ഇറങ്ങിപ്പോയി. ഇന്നൊരു മുടി മുറിച്ച് ഒരമ്മ കണ്ടില്ലേ, തല മുണ്ടനം ചെയ്യുകയാണ് ചെയ്തത്. വളരെ സങ്കടത്തോടെ എനിക്കവരെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ കാണാൻ കഴിയുന്നുള്ളൂ. എന്തിനാ വേദന കൊണ്ടാണ് കരയുന്നത്? ഇങ്ങനെ ഒരു വയസ്സാം കാലത്ത് അവർക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീപക്ഷം, ഹൃദയപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കരയേണ്ടി വരുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതേ അല്ല. സ്ത്രീ മുടി മുറിച്ച് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു നമ്മുടെ പുരാണം പഠിക്കുമ്പോൾ തന്നെ അറിയാം. ഇതിഹാസമായ മഹാഭാരതത്തിൽ പാഞ്ചാലി ഒരു ശപഥം എടുക്കുന്നുണ്ട്. രജസ്വലയായ പാഞ്ചാലിയെ ധൃതരാഷ്ട്ര സഭയിൽ വലിച്ചിഴയ്ക്കുമ്പോൾ അവൾ രജസ്വലയായിരുന്നു. അന്നേരം അവളൊരു ശപഥം എടുത്തു. തൻ്റെ വസ്ത്രം വലിച്ച് അധിക്ഷേപിച്ച ദുശാസനൻ്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് തൻ്റെ മുടി കെട്ടുന്ന സമയം വരെയും മുടി കെട്ടില്ല, ആ മുടി അവൾ അഴിച്ചിട്ടു. അതൊരു കുലം മുടിക്കുകയായിരുന്നു. കുരുവംശത്തിൻ്റെ എന്താ പറയുക, അസ്ഥിവാരം തോണ്ടിയതായിരുന്നു പാഞ്ചാലിയുടെ ആ ശപഥം. മധുര കത്തിച്ച കണ്ണകി മുടി പിഴുതെറിഞ്ഞു, തൻ്റെ മാറിടം വലിച്ചെറിഞ്ഞു, മധുര സാമ്രാജ്യത്തെ ചുട്ടരിച്ചു, പാണ്ഡ്യരാജാവിൻ്റെ അസ്ഥിവാരം തോണ്ടി. അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ മുടി മുറിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് കുലം മുടിക്കുന്നതിന് തുല്യമായ ശപഥമാണ്. ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പക്ഷേ അധംപതനത്തിൻ്റെ തുടക്കമായിരിക്കും ഇന്നിവിടെ കുറിച്ചത്. കാരണം സ്ത്രീകളുടെ കണ്ണുനീര് ശാപം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഫലിച്ചു കണ്ടിട്ടേ ഉള്ളൂ. അമ്മമാരുടെ ശാപമാണ്, അതൊരിക്കലും ഫലം കാണാതെ പോകത്തില്ല, ഫലിക്കും. എത്ര ധാർഷ്ട്യം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും
ദൈവം എന്നൊരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. മനുഷ്യൻ്റെ അഹങ്കാരം കൊണ്ടും യുക്തിവാദം കൊണ്ടും ദൈവമില്ല എന്ന് വാദിക്കുമ്പോൾ ഈ 90% മനുഷ്യരും ദൈവം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതൊരു റംസാൻ ദിവസമാണ്. അവർ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്നൊരു പുണ്യദിനമാണ്. ആ പുണ്യദിനത്തിലാണ് ഞങ്ങൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരപ്പന്തലിലുണ്ട്. അപ്പോൾ അവരുടെ ആ പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ണുനീരോടെ ചെയ്യേണ്ടി വന്നത് അത് ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ആ മതസംഹിതയ്ക്ക് വിരോധമായിട്ട് തന്നെയാണ്. സ്ത്രീയുടെ കണ്ണുനീര് വീണാൽ അത് ഫലിച്ചിരിക്കും. ഇവരുടെ ധാർഷ്ട്യം, അഹങ്കാരം അത് പൊതുജനം മനസ്സിലാക്കും. 2026 എടുക്കുമ്പോൾ ബാലറ്റിലൂടെ സ്ത്രീകളത് ഈ സ്ത്രീ സമൂഹം, ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം അതിന് ഫലം കൊടുത്തിരിക്കും. അവർ ഇനി ഈ ധാർഷ്ട്യത്തിൻ്റെ കിരീടം വെച്ച് ചെങ്കോല് വെച്ച് ഇനി ഒരു ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഭരിക്കുമോ എന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം. സ്ത്രീകളുടെ വോട്ട് അടിച്ചിട്ടാണ് ഭൂരിപക്ഷം കിട്ടി ഒരു സർക്കാർ അധികാരത്തിലേറുന്നത്. സ്ത്രീകളുടെ എണ്ണമാണ് ഇവിടെ കൂടുതൽ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നമുക്കുള്ളത്. അപ്പോൾ ആ സ്ത്രീകൾ വിചാരിക്കും അടുത്ത് ഇവിടെ ആര് ഭരിക്കണം? സ്ത്രീയെ അടിമയാക്കുന്ന ഒരു സർക്കാർ വേണോ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സർക്കാർ വേണോ? അവളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ വേണോ? അതോ അവളെ അടിമപ്പെണ്ണാക്കി വെക്കുന്ന ഒരു സർക്കാർ വേണോ? അവളുടെ കാലിനും കൈക്കും വിലങ്ങിടുന്ന ഒരു സർക്കാർ വേണോ? അവളെ അപമാനിക്കുന്ന ഒരു സർക്കാർ വേണോ? ഒരു ജനപ്രതിനിധി വേണോ എന്ന് സ്ത്രീ ഇവിടെ തീരുമാനിക്കും. ഇവിടെ സ്ത്രീ തന്നെ 2026 ഫലം ഇവിടെ ആര് ഭരിക്കണമെന്ന് 2026 മെയ്യിൽ കേരളത്തിലെ അമ്മമാർ, ഞങ്ങളെപ്പോലെ വേദനയെടുക്കുന്ന, ഞങ്ങളെപ്പോലെ കഷ്ടമനുഭവിക്കുന്ന അമ്മമാർ തീരുമാനിക്കും ഇവിടെ ഏത് സർക്കാർ വേണമെന്ന്. ഇത് ഞങ്ങളെ ജനങ്ങളുടെ വിധിയെഴുത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. പൊതുസമൂഹം കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തൊക്കെ ധൂർത്തും ധാർഷ്ട്യവും കാണിച്ചാലും ഈ സ്ത്രീകളെ വെല്ലുവിളിക്കേണ്ട ഒരാവശ്യം ഭരണകൂടത്തിനില്ല. നിസ്സാരമായി എന്തോ പറയാം, പണ്ട് റഷ്യൻ ദാരിദ്ര്യവും വിപ്ലവവും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ അമ്മമാർ ഭക്ഷണത്തിനായി ചെന്നപ്പോൾ അവിടുത്തെ രാജ്ഞിമാർ പറഞ്ഞ മറുപടി പോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറഞ്ഞത്. 232 രൂപ തന്നെ 7000 വലിയതാണെന്ന്. അന്ന് അവിടുത്തെ രാജ്ഞിമാർ എന്താ പറഞ്ഞത്? അവർ റൊട്ടിക്കായിട്ടാണ് ബഹളം കൂട്ടുന്നതെന്ന് അവിടുത്തെ കിങ്കരന്മാർ, അവരുടെ പടയാളികൾ വന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അവരിങ്ങനെ കരയുന്നത്? അത് അവർ റൊട്ടിക്കാണ്. റൊട്ടിയോ? ഈ കാലഘട്ടത്തിൽ റൊട്ടി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ട്? അവർക്ക് കേക്ക് കൊടുത്തുകൂടെ എന്നാണ് ആ റഷ്യൻ ഭരണാധികാരിയുടെ ഭാര്യ പറഞ്ഞത്. അതേപോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറയുന്നത്, നിങ്ങൾക്ക് 232 രൂപ കൊണ്ട് ധാരാളം ഭക്ഷണം ഇവിടെ കിട്ടും. കാരണം ഇവിടെ നമ്മളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണല്ലോ, സംസ്ഥാനമാണല്ലോ നമ്മുടെ. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് 232 മതി. വീണാ മന്ത്രിക്കും 232 വെച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ആശയ്ക്ക് 232 മതി. അത് മന്ത്രി തീരുമാനിക്കട്ടെ. ഒരു സ്ത്രീ ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ കണ്ണുനീരിൻ്റെ കഷ്ടത്തിൻ്റെ നടുവിൽ ഇരിക്കേണ്ടി വന്നത്. ഇന്നൊരു പുണ്യ ദിവസമായിട്ട് ഞങ്ങൾക്കും ഇവിടെ ഇരിക്കേണ്ടി വന്നത്. ജനം ഇത് ചോദിക്കും. ഇതിന് ദൈവം എന്നൊരു ശക്തിയും ഇതിൻ്റെ പിന്നിലുണ്ട്, പ്രവർത്തിച്ചിരിക്കും. ഈ കണ്ണുനീരിന് ഇവർ വെള്ളപ്പൊക്കവും ഇവർ കോവിഡും ഒക്കെ മുതലെടുത്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ ഞങ്ങളെപ്പോലെ പാവ സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ച് പ്രകടന പത്രിക എഴുതിയിട്ട് ഇപ്പോൾ പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അവരുടെ ഈ മുറക്കി വാക്ക് മാറ്റുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ, ഈ സ്വഭാവത്തിന് ജനം മറുപടി കൊടുത്തിരിക്കും. യെസ് ശാലിനി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പാണ്ഡ്യാല ഷാജി 50 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ഇരിക്കുകയാണ്. ഞാൻ ആമുഖത്ത് കൃത്യമായിട്ട് അക്കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവർ മുടിമുറിച്ച് ഇന്ന് പ്രതിഷേധിച്ചു. പക്ഷേ അവരുടെ ആത്മരോഷം മുറിയുന്നില്ല. മാത്രമല്ല ഇന്നത്തെ ഒരു ദിവസം അവർ പറഞ്ഞു, മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെ ആ സമരപ്പന്തലിൽ ഇരിക്കുന്നുണ്ട്. ശാലിനി പറഞ്ഞ ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. അതായത് ഒരു കരിങ്കല്ലിന് മുന്നിലിരിക്കുന്ന പോലെയാണ് എന്ന്. ഇതൊക്കെ ഉണ്ടായിട്ടും യാതൊരു കുലുക്കവും ഭരണകൂടത്തിന് ഇല്ല, സർക്കാരിന് ഇല്ല. എങ്ങനെ നോക്കിക്കാണുന്നു ഇവരുടെ സമരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി? സത്യത്തിൽ 50 ദിവസക്കാലത്തോളം സ്ത്രീകൾ വെയിൽ, മഴ, മഞ്ഞ് കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരത്തിനിരിക്കുക. അതും ഈ പ്രബുദ്ധ കേരളത്തിലാണ്. അത്തരമൊരു സമരം ഉണ്ടാകുമ്പോൾ ആ സമരം ഒറിജിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വളരെ കൃത്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതായിരുന്നു. ഇത് പരിഹരിക്കാതിരിക്കുന്നതിന് പകരമാണ് അത് കേന്ദ്രം തരേണ്ടതാണെന്ന് പറയാവുന്ന തുടുനായകൻ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതവിടെ നമ്മൾ മാറ്റി നിർത്തും. ഇതിനേക്കാളും ഒക്കെ പ്രധാനമായി വരുന്നൊരു വിഷയം 232 രൂപയാണ് ഇവർ പ്രതിദിനം വാങ്ങുന്ന വേതനം എന്ന് പറയുന്നത്. ഈ സംസ്ഥാന സർക്കാർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെരും നുണയെന്നത്
കേരളം അതിദരിദ്രമായ ഒരവസ്ഥയിൽ നിന്ന് അതിദരിദ്രമല്ലാത്ത ഒരു 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 പിന്നെ പഞ്ചായത്തുകളായി പ്രഖ്യാപിക്കുന്ന തിരക്ക്, ഓടി നടക്കുന്ന തിരക്കിലാണ് കണ്ട കാട്ടാസ് മന്ത്രിമാരും ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ പരമ സാമൂഹ്യദ്രോഹി ഉൾപ്പെടെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ അതിദരിദ്രരില്ലാത്തവരുടെ പ്രഖ്യാപനം നടന്ന സംഭവമാണ്. 232 രൂപ പ്രതിദിനം വരുമാനമുള്ള ഒരാൾ അതിദരിദ്രനല്ല എന്ന് ഇവരെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിരിക്കുന്ന ചോദ്യം. 700 രൂപ ഇവർക്ക് പ്രതിദിന വരുമാനം കിട്ടണമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമരം പോലും അവർ നടത്തുമ്പോൾ അതല്ല പ്രധാനമെന്നും അത് കേന്ദ്രം തരേണ്ടുന്ന സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നതിന്റെ യുക്തി എന്താണത്? ഈ യുക്തിയിൽ നിന്നാണ് ഒരുപക്ഷെ ഇതിപ്പോൾ നേരത്തെ പിന്നെ സംസാരിച്ച സമരപന്തൽ സംസാരിച്ച ശാലിനി എന്ന് പറയുന്ന അവർ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. കടമേട്ട് രാമകൃഷ്ണന്റെ കവിതയിൽ പറയുന്ന ഒരു സാധനമുണ്ട്, കുറച്ചെന്ന സമ്പത്തിന് മുടിവറിച്ചു നിലത്തടിച്ച് കുലമെരിക്കും ഞാൻ, മുലവറിച്ചു നിലത്തെറിഞ്ഞ് കുലമുടുക്കും ഞാൻ. ഈ ഒരു കവിതയ്ക്ക് സമാനമായ അവസ്ഥയിലേക്ക് ഒരു മുടി മുറിക്കുന്നതിലൂടെ സംഭവിച്ചത് അവർ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ വരികളെ അന്വർത്ഥമാക്കുന്ന രീതിയിലുണ്ടായ വലിയ പ്രതിഷേധവും പ്രക്ഷോഭമാണ് നടത്തിയത്. ഇത്തരം ഒരു പ്രതിഷേധവും പ്രക്ഷോഭവും നടത്തിയിട്ട് പോലും ജനാധിപത്യ മഹിളാ ഫെഡറേഷന്റെയോ അല്ലെങ്കിൽ കേരള മഹിള അങ്ങനെ വരുന്ന ഒരൊറ്റയാൾക്ക് പോലും ഇതിനകത്ത് ഒരു പ്രതിഷേധത്തിന്റെയോ പിന്നെ സങ്കടത്തിന്റെയോ രോഷത്തിന്റെയോ ഒരു ലാഞ്ചന പോലും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ അർത്ഥമില്ലായ്മയെ ഞാൻ വളരെ കൃത്യമായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ചർച്ചയിൽ ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. എന്താ സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പോ CPIMന്റെ മധുര പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ഈ മധുര പാർട്ടി കോൺഗ്രസിൽ സ്വാഭാവികമായും ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾക്കകത്ത് ആശാ വർക്കേഴ്സിൻ്റെതായിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിയാനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നത് CITU ആണ്. ഇതുപോലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ ആ സമരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കുന്ന ഒരു പ്രമേയം ഈ മധുര പാർട്ടി കോൺഗ്രസിൽ പാസ്സാക്കണമെന്നോ ചർച്ച ചെയ്യണമെന്നോ പറഞ്ഞ് ആവശ്യപ്പെട്ട് അവിടെ നിന്നുള്ള ഡെലിഗേറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന മണ്ണുണ്ണികളായിരിക്കുന്ന ഡെലിഗേറ്റുകൾ ഇതിലെന്ത് നിലപാട് സ്വീകരിക്കും? ഇത് കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പൊതുജനങ്ങളോട് വിശദീകരിക്കേണ്ടതാണ്. കേരളത്തിലെ CPIMന്റെ നേതൃത്വത്തിലുള്ള മഹിളാ ഫെഡറേഷന്റെ നേതാക്കന്മാർ പറയേണ്ടതാണ്. ഇതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി അട്ടി പറയേണ്ടതാണിത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സൂസൻ കോടി പറയേണ്ടതാണിത്. ഇവർ പറയേണ്ടതാണിത്. ഈ വിഷയം മധുരയിൽ നടക്കുന്ന CPIMന്റെ പാർട്ടി കോൺഗ്രസിൽ ഇത്തരമൊരു പ്രമേയം വന്നാൽ ഈ പ്രമേയത്തോട് CPIMന്റെ പോളിറ്റ് ബ്യൂറോയും CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയും CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയും എന്ത് സ്റ്റാൻഡ് എടുക്കും? ഇതാണ് ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. ഈ വിഷയത്തെ പോലും അഡ്രസ് ചെയ്യാതെ അവർ പറയുന്ന ഒറ്റ ന്യായം മാത്രമാണ്, ഇത് കേന്ദ്രം തരേണ്ടതാണ്, കേന്ദ്രം തരേണ്ട പണം അവിടെ നിൽക്കട്ടെ. ഇവരെ അപ്പോയിന്റ് ചെയ്യുന്നതിന്റെ അതോറിറ്റി ആരാണ്? ഓർഡറെ കൊടുക്കേണ്ട അതോറിറ്റി ആരാണ്? അത് സംസ്ഥാന സർക്കാരല്ലേ? ഇതൊക്കെ 1000 തവണ ഈ കേരളത്തിലെ നിയമസഭക്കകത്ത് കേരളത്തിലെ പൊതുമണ്ഡലത്തിനകത്ത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഈ ഒരൊറ്റ വിഷയം പോലും പിന്നെ ചർച്ചക്കെടുക്കാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം ഉണ്ടാകുന്ന പരിപാടികളും അഹന്തയും ദാർഢ്യവും ധിക്കാരവും നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞ ദുശ്ശാഠ്യത്തിന്റെ ഭാഗമായാണ് ഒരു ചർച്ചക്ക് വിളിക്കില്ലേ? സാമാന്യമായ മര്യാദയിലെ ആരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി? ആരാണെന്നാണ് അയാളുടെ ധാരണ? ഈ പറയുന്ന ഇതുപോലെ ഒട്ടനവധി സമരങ്ങൾ നടക്കുന്നത്. ആ സമരത്തോട് എല്ലാം തന്നെ എടുക്കുമ്പോഴാണ് CITUവിന്റെ നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഈ SUCI എന്ന് പറയുന്ന അവരുടെ ട്രേഡ് യൂണിയൻ AUTUC ആ UTUC ഈ സമരത്തിൽ പിന്നെ 20-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ പങ്കെടുപ്പിക്കലെന്ന് പറയാൻ CITUവിന്റെ നേതാവിന് ആരാണ് അവകാശം കൊടുത്തത്? കരീമിന് ആരാ അവകാശം കൊടുത്തത്? ഇത് കൊടുത്തതിന്റെ ഫലം എന്താണെന്നറിയോ? ഇതാണ് ട്രേഡ് യൂണിയൻ ഫാസിസം എന്ന് പറയുന്നത്. ഈ ട്രേഡ് യൂണിയൻ ഫാസിസം ഒരു ഞാൻ ഇതിനകത്ത് ഒരു വിഷയമല്ല എങ്കിൽ പോലും ഞാൻ ഇതിനകത്തെ കുറിച്ച് ഒരു വിഷയത്തെ കൂട്ടിച്ചേർക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ എമ്പുരാൻ വിഷയം. അപ്പൊ എമ്പുരാൻ വിഷയം വന്നപ്പോ പിന്നെ ഇന്നലെ പോയി മുഖ്യമന്ത്രി പിന്നെ സിനിമ കണ്ടു. ഇവർ ആശാ വർക്കേഴ്സിന്റെ വിഷയം ചർച്ചയിലായിരുന്നു ഊപ്പയുടെ പ്രധാനപ്പെട്ട വിഷയം. അതിന് പകരം എമ്പുരാന്റെ വിഷയം കണ്ടതിന് അഭിപ്രായം പറയാനായിരുന്നു ഊപ്പർക്ക് അത്രയേറെ താല്പര്യമുണ്ട്. അതുകൊണ്ട് സകുടുംബം പോയി കണ്ടു. അദ്ദേഹം ഊപ്പർ ഒരു അഭിപ്രായവും പറഞ്ഞു. ഊപ്പർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം എന്താണെന്ന് ഏറ്റവും വളരെ ഗൗരവമായിട്ട് അഭിപ്രായം ഊപ്പർ പറഞ്ഞ് അതേപോലെ ദേശാഭിമാനിൽ എഴുതിയിരിക്കുന്ന പിന്നെ ഇന്നത്തെ ദേശാഭിമാനിയിലെ പിന്നെ സ്റ്റേറ്റ് പേജിൽ പിന്നെ അയാളുടേതായി വന്നിരിക്കുന്ന ഒരു പിന്നെ വാട്സപ്പിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പിന്റെ ഹെഡിങ് ഇതാണ്: ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനം. അതാണ് ഈ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്കെതിരെ വന്നിരിക്കുന്ന എന്താ പറയുക, അത് കട്ട് ചെയ്യുന്ന 17 സ്ഥലത്ത് കട്ട് ചെയ്യുന്ന സംഭവത്തിൽ ഉണ്ടായിരിക്കുന്ന മൂപ്പറുടെ പ്രതികരണമാണ്. ഞാൻ ഈ പറയുന്ന വാദത്തെ അടക്കട്ടെ. ഞാൻ ചോദിക്കുന്ന വിഷയം എന്താ അറിയോ? ഈ CPIMന്റെ കരട് രേഖ മധുര പാർട്ടി കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വർഗ സ്വഭാവം എന്താണ് നിങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത്? നിങ്ങൾ വിലയിരുത്തുമ്പോൾ പറഞ്ഞ ആദ്യം പറഞ്ഞത് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണ് എന്നാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്നത് എന്താണ്? ഫാസിസ്റ്റ് ഗവൺമെന്റുമല്ല, ഫാസിസ്റ്റിക് ഗവൺമെന്റുമല്ല. എന്നിട്ടോ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് അത്തരത്തിലൊരു മനോഭാവത്തിന്റെ വിഷയമാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇയാൾ ഈ വിഷയത്തിനകത്ത് പറഞ്ഞത്. ഞാൻ പറയുന്ന വിഷയം അതുമല്ല. സത്യത്തിൽ ഇവർ ചെയ്തത് എന്താണ്? സെൻസർഷിപ്പിന് വിധേയമായി, സ്വയം സെൻസർഷിപ്പിന് വിധേയമായി ഒരു പാർട്ടി കോൺഗ്രസിനകത്ത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗവൺമെന്റ് ഏതാണ് എന്ന് വിലയിരുത്താൻ പോലും കഴിയാത്ത ദുർബലമായിരിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി എന്തിനാണോ നിങ്ങൾ പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്? എന്തിനാണ് ഈ പാർട്ടി കോൺഗ്രസ് നടത്തുന്നത്? ഈ പാർട്ടി കോൺഗ്രസ് നടത്തുന്നതിന്റെ എന്താ പറയുക, അതിന്റെ പൊള്ളത്തരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഞാൻ നേരത്തെ ചോദിക്കുന്ന ചോദ്യം. ഈ പാർട്ടി കോൺഗ്രസിനകത്ത് ഹരിയാനയിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടി ഘടകന്മാരുണ്ടെങ്കിൽ ഈ ആശാ വർക്കേഴ്സ് അവിടെ നടത്ത സമരത്തിന്റെ മുകളിൽ ഒരു പ്രമേയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാൽ കേരള ഘടകം എന്ത് നിലപാട് സ്വീകരിക്കും? ഈ നിലപാട് എന്ത് നിലപാട് സ്വീകരിക്കുന്നത് പരസ്യമായിട്ട് പൊതുജനത്തോട് പറയാനുള്ള രാഷ്ട്രീയമായിരിക്കുന്ന ആർജവം, ധൈര്യം ഇത് കാണിക്കേണ്ടതുണ്ട്. അത് മാത്രമോ, ഈ AIUTUC എന്ന് പറയുന്ന സംഘടനയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് പറയുമ്പോൾ 20-ാം തീയതി നടക്കുന്ന ദേശീയ തലത്തിലാക്കുന്ന പണിമുടക്കുണ്ടല്ലോ, ആ പണിമുടക്കത്ത് CITU-വിന്റെ ഒപ്പം നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഏറ്റവും പ്രബലമായ മറ്റൊരു യൂണിയൻ ഏതാണ്? അത് BMS അല്ലേ? ഭാരതീയ മസ്ദൂർ സംഘല്ലേ? ഭാരതീയ മസ്ദൂർ സംഘനും CITU-വിനും AITUC-ക്കും INTUC-ക്കും ഒന്നിച്ചു നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് AIUTUC ഇതിനകത്ത് പുറന്തള്ളപ്പെടുന്നത്? എങ്ങനെയാണ്? ഈ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? അപ്പൊ ഇത് അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്റെ തീരുമാനത്തിനും എന്റെ നാട്യത്തിനും വഴങ്ങാത്ത ഒരാളും എന്ത് വേണ്ട ഒരു ഡിമാൻഡുമായി ഞങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടതില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് വാസ്തവത്തിൽ ഇപ്പൊ ഈ നടത്തുന്ന പ്രഖ്യാപനം. അതിനർത്ഥം എന്താണ്? ജനാധിപത്യപരമായിരിക്കുന്ന എല്ലാ സമരങ്ങളെയും ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുക. ഈ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാൻ കേരളത്തിനകത്ത് ഈ മന്ത്രിമാർ ഏതെങ്കിലും ഒരുത്തര് സ്വാഭാവികമായി ജന്മസിദ്ധമായി കിട്ടേണ്ടിയിരിക്കുന്ന ഒരു ആർജവമുണ്ട്. ഈ ആർജവം പോലും ഇല്ലാത്ത അവസ്ഥയിൽ മന്ത്രിക്കസേരയിൽ ഇരുന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ തോന്നില്ല, ഒരു വക പ്രതികരിക്കാൻ തോന്നില്ല. ഇങ്ങനെ പ്രതികരിക്കാൻ തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് പറയാവുന്ന ഒറ്റ ഉത്തരം എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് 2026 അവസാനം തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ കുറിച്ചു വെച്ചോ. ഇത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജയിക്കാമെന്നുണ്ടായിരിക്കുന്ന എന്തെല്ലാം പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിച്ചോ, ആ പദ്ധതികൾ ഒന്നും തന്നെ ഗുണം പിടിക്കാൻ പോകുന്ന പദ്ധതികളല്ല. ഒന്നാമത്തെ വിഷയം. രണ്ടാമതായി വരുന്ന സംഭവം എന്താ അറിയോ? UDF ഭരിക്കുന്നതും BJP ഭരിക്കുന്നതുമായിരിക്കുന്ന പഞ്ചായത്തുകൾക്കകത്ത് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തിനകത്ത് ഈ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ UDF-ഉം BJP-യും ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കകത്ത് ആശാവർക്കറോ മാറ്റി വിടുന്നവർ എല്ലാവരും ആരായിരിക്കില്ല. ഈ പറയുന്ന AIUTUC-യോ അല്ലെങ്കിൽ മറ്റു സംഘടനയുടെയോ CITU-വിൽപ്പെട്ടവരും ഉണ്ടാവില്ലേ? അവരെങ്ങനെയാണ് ഈ വർദ്ധിപ്പിച്ച വേതനത്തിനകത്ത് തുക വാങ്ങിക്കുക? അവർ ഈ പണം വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിലുണ്ടാക്കുന്ന വികാരം എന്താണ്? ഈ പണം നമുക്ക് കിട്ടിയത്, വർധനവ് കിട്ടിയത് AIUTUC-യുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർ നടത്തിയിരിക്കുന്ന സമരത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് വന്നിരിക്കുന്ന ഈ വേതന വർധനവ്. അതിനർത്ഥം എന്തെന്നറിയണോ? CITU-വിന്റെ രാഷ്ട്രീയമാക്കുന്ന അടിത്തറയെ ഇവർ കുളം തോണ്ടിയിരിക്കുന്നു ഇപ്പൊ തന്നെ, അഥവാ പൊളിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ സമരം ഉജ്ജ്വലമായിരിക്കുന്ന വിജയം ഇപ്പോൾ തന്നെ കൈവരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് തിരിച്ചറിയേണ്ടിയിരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാഠമാണിത്. അതായത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കകത്തും പിന്നെ UDF ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് ഇത് ബാധകമാക്കി കഴിഞ്ഞാൽ, അത് കൊടുക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ CITU-കാരനായിരിക്കുന്ന തൊഴിലാളി ഇത് വാങ്ങിക്കില്ലേ? ഇത് വാങ്ങിക്കില്ല എന്ന് പറയാൻ മാത്രം ഉണ്ടാക്കുന്ന വിവരക്കടങ്ങൾ കാണിച്ചാൽ അവർ വാങ്ങിക്കാതിരിക്കുമോ? കാരണം അവരുടെ ജീവിതം അത്രമാത്രം വഴിവിട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. അത്തരം ഒരവസ്ഥയിൽ സ്വാഭാവികമായി വരുന്ന ഒരു വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഒരു പിന്നെ എന്താ പറയാ, അതിന്റെ വലിയൊരു തുറയാണ് വാസ്തവത്തിന് ഈ മുടിമുറിക്കൽ സംഭവത്തിലൂടെ കേരളം കാണുന്നത്. അത് മാത്രവുമല്ല, ഇത് തീർച്ചയായും നന്ദിഗ്രാം സിംഗരൂർ ഞാൻ ആവർത്തിക്കുകയാണ്, അതിന്റെ കൃത്യമായിരിക്കുന്ന ഒരു മുഴക്കം ഈ കേരളത്തിനകത്ത് നടക്കാൻ പോകുന്നതിന്റെ ഏറ്റവും ഉജ്ജ്വലമായിരിക്കുന്ന അധ്യായമാണ്. ഇത്രയും, അതായത് ജീവിതം കൊണ്ടുള്ള പ്രതിഷേധമാണത്. ഈ ജീവിതം കൊണ്ടുള്ള പ്രതിഷേധത്തെ ഒരിക്കലും തന്നെ നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് വരാവുന്ന ഒരു മുഷ്കുണ്ടല്ലോ, പാർട്ടിയുടെ അസംബന്ധമായിരിക്കുന്ന അഹങ്കാരം കൊണ്ടുണ്ടായിരിക്കുന്ന മുഷ്കുണ്ടല്ലോ, ആ മുഷ്ക് കൊണ്ട് അതിനെ മറികടക്കുക സാധ്യമായിരിക്കില്ല. അങ്ങനെ സാധ്യമല്ലാത്ത രീതിയിൽ വരുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇത് വീണ്ടും വികസിക്കുകയും വളരുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ സമരം എങ്ങനെ വന്നാൽ പോലും സർക്കാരിന് ഈ പറയുന്ന സമരം ഉയർത്തിയിരിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിന് മുന്നിൽ അവർക്ക് കീഴടങ്ങേണ്ടി വരുമെന്ന് തന്നെയാണ് ഞാൻ മിസ്റ്റർ നമ്പ്യാർ കരുതുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇതാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. ഓക്കെ, ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കുന്നില്ല. അടുത്ത PM സുരേഷ് ബാബു, നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഒക്കെയാണ് കഴിഞ്ഞ 50 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഇരിക്കുന്നത്. നോക്കൂ, മുഖ്യമന്ത്രി പിണറായി വിജയന് നമ്മുടെ സിനിമ കാണാൻ വലിയ താല്പര്യം, അദ്ദേഹം പോയി കണ്ടു എമ്പുരാൻ.
പക്ഷേ ആ തമ്പുരാന് ഇവരെ വന്നൊന്ന് കാണാനുള്ള മനസ്സ് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം സകുടുംബം ആണ് സിനിമ കണ്ടത്. പക്ഷേ ഈ വിഷയം ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാനുള്ള മനസ്സ് അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദുർവാശി ആവശ്യമുണ്ടോ? അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, 50 ദിവസമായി ഇന്ന് അവർ മുടിമുറിച്ചാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ദുർവാശിയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് അദ്ദേഹം ആ കാര്യത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ആലോചിക്കാത്തത് ദുർവാശിയാണ് എന്ന നിഗമനത്തിലെത്താൻ ഞാൻ തയ്യാറാകുന്നുമില്ല. കാരണം ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് മന്ത്രിമാരും മന്ത്രിമാരുടെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാൾ കൊണ്ട് തീരുന്നില്ല, അങ്ങ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യമുണ്ട് എന്ന ഒരു ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. കേരളത്തിൻ്റെയോ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളുടെയോ ചരിത്രത്തിൽ സമരപ്പന്തലിലേക്ക് മന്ത്രിമാർ പോയി ആളുകളെ കണ്ട് സംസാരിക്കുന്ന കാര്യവും നമ്മുടെ പഴയ കീഴ്വഴക്കങ്ങളിൽ നിന്നും പെട്ടതായി എൻ്റെ ഒരു അനുഭവത്തിലില്ല. തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താം. അതുകൊണ്ട് അദ്ദേഹം അവരെ പോയി കണ്ടില്ല. അദ്ദേഹത്തിന് അങ്ങോട്ട് വിളിപ്പിക്കാം, ഒന്നുകിൽ സെക്രട്ടേറിയറ്റിലേക്ക് വിളിപ്പിക്കാം, അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് വിളിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ അതുകൊണ്ട് അതെ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ്. അതാണെങ്കിൽ അങ്ങനെ നോക്കാം, അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയെ പോയി കണ്ടു. മന്ത്രിയെ പോയി കണ്ടപ്പോൾ മന്ത്രിയോട് അവർ പറഞ്ഞത് അല്ല, ഞങ്ങൾക്ക് നേരിട്ട് അവർ യൂണിയൻ്റെ നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അതുപോരാ, ഞങ്ങൾക്ക് ഈ സമരത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കാണണമെന്ന് പറഞ്ഞു. അവരെയും കണ്ടു. അവർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേതന വർധനവ് കയ്യിൽ കിട്ടാതെ ഞങ്ങൾ ഈ സമരം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഖണ്ഡിതമായി അവിടെ പറഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് വേതന വർധനവ് കൊടുക്കുവാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് അത് ഇതൊരു ഗവൺമെന്റിന്റെ നിവൃത്തി ഇല്ലാന്ന് താങ്കൾ പറഞ്ഞു. ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ സാർ, ദൂർത്തടിക്കാൻ പണമുണ്ടല്ലോ, വാരിക്കോരി കൊടുക്കുകയല്ലേ. ഇപ്പം മുഖ്യമന്ത്രിയുടെ 2ാം കേരള യാത്ര ആരംഭിക്കുകയാണല്ലോ, നവകേരള സദസ്സിൻ്റെ 2ാം എഡിഷൻ അല്ലേ, അത് തുടങ്ങാൻ പോവല്ലേ. ആദ്യത്തെ എഡിഷൻ നവകേരള സദസ്സ്, അത് എന്ത് ചലനമാണ് ഉണ്ടാക്കിയത്? ആ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന പരാതികൾക്ക് എന്ത് പരിഹാരമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ആ നവകേരള സദസ്സിന് നിങ്ങൾ എത്ര കോടികളാണ് സാർ ചെലവഴിച്ചത്? ഇവരധികമൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഇല്ല, അതൊന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയാണ്. 1ാം കേരള സദസ്സാണ് യാത്രയാണ് നടന്നത്, നവകേരള യാത്ര നടന്നെങ്കിൽ അതിൽ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടാത്ത സാഹചര്യമുണ്ടപ്പോൾ വീണ്ടും 2ാമത് ഒന്നുകൂടി നടത്തുന്നു എന്ന് മാത്രം അതിനെ കണക്കാക്കിയാൽ മതി. നമുക്കിപ്പോൾ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം ഞാൻ പകുതിയിൽ ചേർന്നത് കൊണ്ട് എനിക്ക് അദ്ദേഹത്തിന് ആരാണെന്ന് മനസ്സിലായില്ല. ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു. ഷാജി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു. 2026 തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെൻറ് നിലം പത്താൻ പോവുകയാണ്, അത് തീരുമാനമെടുത്തു കഴിഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഞാനത് എഴുതി വെക്കാൻ തയ്യാറാവുകയാണ്. ആ തരത്തിലാണെങ്കിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത് മുഴുവൻ രാഷ്ട്രീയമായ പിന്തുണയാണ്. ആ രാഷ്ട്രീയമായ പിന്തുണയിൽ ഇപ്പോൾ ഈ സമരവിരുദ്ധർ എന്ന് പറയുന്ന LDF-ന്റെ ആളുകൾക്ക് പരാജയം സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ അതാണല്ലോ സമരത്തെ അനുകൂലിക്കുന്ന ആളുകൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? ഇതിങ്ങനെ നടക്കട്ടെ എന്ന് വെക്കുകയല്ലേ വേണ്ടിയിരുന്നത്. പക്ഷേ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴീ സമരം ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നതിനല്ല, ഗവൺമെൻറ്റുമായി, കേന്ദ്ര ഗവൺമെൻറ്റുമായി, യൂണിയൻ ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഇവരുടെ വേതനത്തിൽ കേന്ദ്ര സ്പോൺസേഡ്, ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ് എന്നത് കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെയും കൂടെ അഭിപ്രായം, മറ്റിതര സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ഈ കേരള സംസ്ഥാനമാണ് കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും 1 2 സംസ്ഥാനങ്ങൾ അവിടെയും ഇവിടെയും ചെറിയ അംഗങ്ങളെ വെച്ചുകൊണ്ട് 10 100 അല്ലെങ്കിൽ 10 1000 ആളുകളെ വെച്ചുകൊണ്ടുള്ളൊരു വർധനവിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉണ്ടാകാം.
പക്ഷേ ഇത്രയധികം 25,000-ത്തിലധികം വരുന്ന ആളുകളെയും അവർക്ക് കൊടുക്കുന്ന വേതനത്തെയും സംബന്ധിച്ചിടത്തോളം മറ്റിതര സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്താൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഇവർ തൃപ്തരാകണമെന്നോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിന് അത് മതിയാണെന്നോ എന്ന ഒരു നിഗമനവും ഒരു വാദഗതിയും എൻ്റെ ഭാഗത്തില്ല. അവർക്ക് ഇനിയും ധാരാളം പണം കിട്ടേണ്ടതുണ്ട്. ജീവിതത്തിന് ആവശ്യമായ പണം ഈ വേതനത്തിൽ ലഭ്യമാകുന്നില്ല എന്നത് തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളത്. പക്ഷേ അത് ഒരു രാഷ്ട്രീയ യുദ്ധമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ചെറുത്തുനിൽപ്പുണ്ടാകും. ആ രാഷ്ട്രീയമായ യുദ്ധമാവുകയും ആ രാഷ്ട്രീയമായ രാഷ്ട്രീയ യുദ്ധമാണ് എന്ന് പറയുന്നു. ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചവരുണ്ട്. ഇപ്പോൾ CITU യൂണിയനിൽപ്പെട്ടവർ പോലും ഉണ്ട്. CPMകാർക്ക് വോട്ട് ചെയ്തവരുണ്ട്. എല്ലാവരും ഉണ്ട് സാർ. അല്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന BJPക്കാരോ അല്ലെങ്കിൽ UDFകാരോ കോൺഗ്രസ്സുകാരോ അല്ല ഈ സമരത്തിലുള്ളത്. നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയവരും ആ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് ആ വാദഗതിയില്ല. പക്ഷെ ഇതൊരു രാഷ്ട്രീയ സമരമാണെന്നും ആ രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗത്ത് ഈ സമരത്തിൻ്റെ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സമരത്തിനെ അനുകൂലിക്കുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നുവെന്നും അത് ഈ ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് 2026 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എന്നും പറഞ്ഞു വെച്ചിരിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനുമില്ല, ഒരൊറ്റ മറ്റു പാർട്ടിക്കാരുമില്ല. അവരൊക്കെ മറ്റൊരാണ് എന്തെന്നല്ല അർത്ഥം. തൊഴിലാളികളല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു തൊഴിലെടുപ്പല്ലേ തൊഴിലല്ലേ നടത്തുന്നത്. തൊഴിലാളികൾ എന്നതിലുപരി അവരൊക്കെ സ്ത്രീകളാണ് സാർ. ആ സ്ത്രീകളോട് വലിയ ആഭിമുഖ്യം കാണിക്കുന്ന ഒരു സർക്കാർ എന്നല്ലേ കൊട്ടിഘോഷിക്കുന്നത് അല്ലേ? ആണ്. ആഭിമുഖ്യം എന്തുകൊണ്ട് ആശമാരോടില്ല? പെരുമാറുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്ന് വെച്ചാൽ അത് വെച്ചുകൊണ്ട് സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് നമുക്കാർക്കെങ്കിലും പറയാൻ കഴിയുമോ? അവിടെ വെക്ക് നമുക്ക് ഈ സമരത്തിനെ കുറിച്ച് ഈ പറയുന്ന ആശാപ്രവർത്തകന്മാർക്ക് ആശാ വർക്കർമാർ എല്ലാം കഴിയുന്നില്ല എന്നുള്ളതല്ലേ മറ്റിതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയല്ലേ ശ്രീ അനിൽ നമ്പ്യാർ? എന്തൊക്കെ പാഴ്ചിലവുകൾ സാർ, എന്തൊക്കെ ദുർവ്യയം, എന്തൊക്കെ ധൂർത്ത് ഈ രാജ്യത്ത് നടക്കുന്നു. താങ്കൾ അതൊന്നും കാണുന്നില്ലേ? അല്ല, ഈ ധൂർത്ത് എന്ന് പറയുന്ന കാര്യത്തിന് അതൊരു ആപേക്ഷികമായ ഒരു വസ്തുതയാണ്. പല കാര്യത്തിൽ അങ്ങയുടെ കണ്ണിൽ കാണുന്ന ധൂർത്ത് എന്റെ കണ്ണിൽ അത് പാഴ്ചെലവല്ല. അല്ല, ഞാൻ ഒറ്റക്കാര്യം ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇവർ സമരം നടത്തുമ്പോഴല്ലേ സാർ PSC ചെയർമാൻ്റെ അതുപോലെ അംഗങ്ങളുടെയൊക്കെ ശമ്പളം കൂട്ടിക്കൊടുത്തത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത്രയും വലിയൊരു PSC ഉണ്ടോ സാർ? ഉണ്ടോ? മാത്രമല്ല, ഇത്രയും വാരിക്കോരി കൊടുക്കുന്ന ശമ്പള ഇനത്ത് വാരിക്കോരി കൊടുക്കുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടോ സാർ? ഉണ്ടോ? ഇതൊക്കെ ധൂർത്തല്ലാതെ പിന്നെന്താ? ഇതൊക്കെ പാഴ്ചെലവല്ലാതെ പിന്നെന്താ? അല്ല, ഞാൻ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കാനില്ല നമ്പ്യാർ. ഞാൻ പറയാം. ഈ PSCയെ സംബന്ധിച്ചിടത്തോളം 11 വർഷങ്ങൾക്ക് മുമ്പ് 10 വർഷങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിച്ച അല്ലെങ്കിൽ നിലവിലുള്ള ശമ്പളത്തിന് ഒരിക്കൽ പോലും വർധനവില്ലാതിരുന്നത് ആനുപാതികമായ വർധനവാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അംഗങ്ങളുടെ എണ്ണം കൂട്ടണോ കുറക്കണോ എന്നുള്ളതിനെ കുറിച്ച് അതിൽ UDFന്റെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ അവർക്ക് ചെയ്യാമായിരുന്നല്ലോ, അവർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങയോടൊപ്പം നിൽക്കുന്നവരല്ലേ ഇപ്പോ UDFന്റെ ആളുകള്. അംഗങ്ങളുടെ ഓരോരുത്തരുടെയും ജോലി ഭാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായ ഒരു ദിവസം ഇത് വെച്ച് ചർച്ച ചെയ്യാം. അതിലേക്ക് അങ്ങനെ കൊണ്ടുപോകണ്ട. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ PSC വർധനവാണ്, PSCയിലെ സ്റ്റാഫിനുള്ള മെമ്പർമാർക്കുള്ള വർധനവാണ് ഈ ആശാ വർക്കർമാരുടെ ശമ്പള വർധനവിന് വേണ്ടിയുള്ള ന്യായീകരണത്തിന് ഉപയോഗിക്കുന്നത് എന്നത് സമീപനത്തോട് ഞാൻ വിയോജിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനല്ല, അതുകൊണ്ടല്ല.
അതിൻ്റെതായ കാരണങ്ങളും ന്യായങ്ങളും ന്യായയുക്തവും നമുക്കൊരു ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. അതിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നത്. ഇവിടെ അതല്ല, ഇവർക്ക് ശമ്പളം കിട്ടണ്ട എന്ന ഒരു വാദഗതിയും ഗവൺമെന്റിനില്ല, ഇടതുപക്ഷത്തിനില്ല, എനിക്കുമില്ല. അവർക്ക് കിട്ടണം. കിട്ടേണ്ടുന്നതായ കാര്യങ്ങൾക്ക് പോകേണ്ടുന്നതായ മാർഗങ്ങളിലൂടെ നമുക്ക് പോകണം. അതല്ലാതെ ഇതിന്റെ സെക്രട്ടേറിയറ്റിനകത്ത് കയറി അല്ലെങ്കിൽ ക്ലിഫ് ഹൗസിനകത്തേക്ക് കയറി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നാണോ? വളരെ സമാധാനപരമായിട്ടല്ല അവരിപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരേത് രീതിയിലാണ് ഇനി പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? താങ്കൾ ഇപ്പോൾ നടത്തിയ സ്റ്റേറ്റ്മെന്റിലൂടെ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ അവർ മുട്ടുമടക്കണം എന്നാണോ? അവർ ഈ സമരം അവസാനിപ്പിച്ച് പിന്തിരിഞ്ഞു പോയാൽ പിന്നീട് ചർച്ചയാവാം എന്നാണോ? എൻ്റെ ഉത്തരം അങ്ങ് എനിക്ക് തരില്ല. അത് മനസ്സിലാക്കുവാനുള്ള വിവേകം എനിക്കുണ്ട്. എന്നിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരം താങ്കൾ എനിക്ക് തന്നിട്ട് അതിൻ്റെ യെസും നോയും പറയിപ്പിച്ചിട്ട് ഇതാണെന്ന് പറയിപ്പിക്കാനും ആ ട്രാപ്പിൽ വീഴാനും ഞാനില്ല. അതിൽ നമ്മൾ രണ്ടുപേരും വളരെ അടുത്ത സ്നേഹിതന്മാരും അടുത്ത പ്രദേശക്കാരുമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് വേണ്ട. ഞാൻ പറയുന്ന വസ്തുത ഇതാണ്, ഇത്ര മാത്രമേ ഉള്ളൂ. അനിൽ നമ്പ്യാർ, ഈ സമരത്തിൻ്റെ ധാർമ്മികമായ പിന്തുണ LDF-ന് ഈ വർക്കർമാരോടുണ്ട്. അതിന് പോകേണ്ടുന്ന ചില വഴികളും ഉണ്ട്. അത് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ മന്ത്രി നിയമസഭക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്ന രീതിയിൽ നമുക്കിതിനെ കൈകാര്യം ചെയ്യണം, ഇന്നതാണ് ഇന്നത്തെ അഖിലേന്ത്യാ തലത്തിലുള്ള മറ്റിതര സംസ്ഥാനങ്ങളുടെ അവസ്ഥ. അത് വെച്ചുകൊണ്ട് നമുക്ക് കേന്ദ്ര ഗവൺമെന്റുമായി ചർച്ച ചെയ്ത് യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും കൂടി നേടിയെടുത്ത് നമുക്ക് ഇവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ നയം. ഇവരെ വഴിയാധാരമാക്കണമെന്നോ ഇവർ പറയുന്ന കാര്യത്തിൽ അവർക്ക് ശമ്പള വർധനവ് വേണമെന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനാവശ്യ ഡിമാൻഡാണെന്നോ എന്നൊന്നും LDF-ന് അഭിപ്രായമില്ല. അവർക്ക് ശമ്പളം കിട്ടുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് നമുക്ക് നീങ്ങണം. ഇതൊക്കെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ കൊടുക്കണം എന്നൊരു നിലപാടാണ്. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളാണ് സംസ്ഥാനത്തെ പ്രമുഖ മന്ത്രിമാരിൽ നിന്ന് ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം. എനിക്ക് ബഹുമാന്യനായിട്ടുള്ള സുരേഷ് ബാബു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഏറെക്കാലം കോൺഗ്രസിലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെയാണോ സംസാരിക്കുക? ഒരിക്കലും അങ്ങനെയല്ല. കാരണം അങ്ങനെ സംസാരിച്ചിട്ടില്ല അദ്ദേഹം. ഭാഗ്യവശാലോ അദ്ദേഹം പാർട്ടി മാറി. ഇന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് ആശമാരുടെ കൂടെയാണ്, ആശമാരുടെ ഒപ്പമാണ്. പക്ഷേ പൈസ കൂട്ടിക്കൊടുക്കാൻ കഴിയില്ല. പൈസ കൂട്ടിക്കൊടുക്കണമെങ്കിൽ അത് കേന്ദ്രം കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ സുരേഷ് ബാബു, ഞാൻ 2-3 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, 2021 പ്രകടന പത്രിക, CPM-ന്റെ പ്രകടന പത്രിക, ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക, അതിൽ 21,000 രൂപ ആശമാർക്ക് കൊടുക്കാം എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അത് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ പ്രകടന പത്രികയിൽ എഴുതിയത്? നിങ്ങൾ പ്രകടന പത്രിക പ്രഖ്യാപിക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ ആശ വർക്കർക്ക് കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? അത് നിങ്ങൾ എവിടുന്ന് മേടിച്ചു കൊടുക്കുമെന്ന, മോദിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണോ? അങ്ങനെയാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ അങ്ങനെ പറയണ്ടേ. മോദി എന്തായാലും അധികാരത്തിൽ വരും, അപ്പൊ ഞങ്ങൾ എന്തായാലും അധികാരത്തിൽ വരില്ല, ഞങ്ങളുടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരില്ല, ഞങ്ങൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് മേടിച്ചു തരാം എന്ന് നിങ്ങൾക്ക് എഴുതാറുന്നില്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. 3 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ട്. സെൻട്രൽ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ആരോഗ്യം ഏതിലാ പെടുക? ആരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് കേരളത്തിലെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 50-60 സ്ഥാപനങ്ങൾ, പാലക്കാട് മുനിസിപ്പാലിറ്റിയും പന്തളം മുനിസിപ്പാലിറ്റിയും BJP ഭരിക്കുന്നു. ഈ 2 മുനിസിപ്പാലിറ്റികളും ആശമാർക്ക് 700 രൂപ ഹോണറേറിയം കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലെ
കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ BJP ഭരിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ ഇത് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ എന്തിനാ തടയുന്നത്? ഇടതുപക്ഷ സർക്കാർ എന്തിനാ തടയുന്നത്? വലിയ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ തീരുമാനിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാമെന്ന്. ഇനി ഇതേ ആശമാർക്ക് 21,000 രൂപ കൊടുക്കാൻ പറഞ്ഞ നിങ്ങൾ തമിഴ്നാട്ടിൽ സമരം ചെയ്യുന്നില്ലേ? ഇതേ ആശമാർക്ക് നിങ്ങൾ 21,000 പറഞ്ഞുകൊണ്ട് ഹരിയാനയിൽ സമരം ചെയ്യുന്നില്ലേ? അതൊക്കെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സമരം ചെയ്യുന്നത്? ആ സർക്കാരിനെതിരല്ലേ സമരം ചെയ്യുന്നത്? ഹരിയാന സർക്കാരിനെതിരല്ലേ? എന്തു പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്യുന്നത്? എന്നാ പിന്നെ നിങ്ങൾ ഹരിയാനയിൽ സമരം ചെയ്യേണ്ട, തമിഴ്നാട്ടിൽ സമരം ചെയ്യേണ്ട, ഡൽഹി പോയി സമരം ചെയ്താൽ പോരെ? പറയുന്നതിനൊരു മാന്യത വേണ്ടേ? ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എന്റെ പൊന്നു സുഹൃത്തെ, എന്റെ ചോദ്യം ഇതാണ്. നിങ്ങൾ പറയുന്ന ബാലഗോപാൽ പറഞ്ഞു ഞങ്ങൾക്ക് ആശമാരോട് വിരോധമില്ല. പിന്നെ നിങ്ങൾക്ക് ആരോടാ വിരോധം? അവരുടെ ആശയോടാണോ വിരോധം? 232 റുപ്യ 240 റുപ്യ വെച്ചിട്ട് എങ്ങനെയാണെന്ന് ഒരു കുടുംബം ജീവിക്കുക? നിങ്ങൾക്കൊരു മര്യാദയില്ലേ? നിങ്ങൾ KV തോമസിന് നിങ്ങൾ പൈസയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നൊരു കാര്യം പരസ്യമായി പറയും, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല, അതുകൊണ്ട് കേന്ദ്രം തരണം. നമുക്ക് ഇവിടുത്തെ ആശമാരെയൊക്കെ കൂടി നമുക്ക് കേന്ദ്രത്തിലേക്ക് പോവാം. കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചു തരാം. ആരോഗ്യ വകുപ്പിന്റെ പണം കേന്ദ്രത്തിന്റെ ഭാഗമായി കിട്ടുമ്പോ അതെങ്ങനെയാ കിട്ടുക? സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതുമായി ബന്ധപ്പെട്ട ഒരു ടീം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഇത്ര രൂപ ഇന്നതിന് ആരോഗ്യ മേഖലയ്ക്ക് എന്ന് പറഞ്ഞിട്ടല്ലേ? അങ്ങനെ പറഞ്ഞ പണം മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? കേരളത്തിലെ MP-മാര് പാർലമെന്റില് ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൊടുക്കുന്ന പണം ഇവിടേക്കും കൊടുക്കുന്നു എന്ന് പറയുന്നില്ലേ? ആശമാർക്ക് കൊടുക്കേണ്ട പൈസ, ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കേണ്ട പൈസ കേന്ദ്ര ഗവൺമെന്റ് പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് മുടക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പം ബംഗാളിലെ മമത പറയുന്നു ഞാൻ കൊടുക്കാൻ തയ്യാറാണ് 5 ലക്ഷം, വിരമിക്കുന്നവർക്ക് 5 ലക്ഷം കൊടുക്കാൻ തയ്യാറാണ്, ഹോണറേറിയം 7,000 കൊടുക്കാൻ തയ്യാറാണ്, 700 റുപ്യ പെർ ഡേ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ബംഗാളിലെ മമതയ്ക്ക് പറ്റും, കേരളത്തിലെ പിണറായിക്ക് പറ്റില്ല. എന്താ കാരണം? ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലാതെ ജീവിക്കണ്ടേ? പൈസ ഇല്ലാതെയാണോ ജീവിക്കുന്ന? KV തോമസിന് എത്ര രൂപയെ കൂട്ടിക്കൊടുത്തത്? KV തോമസ് എന്താ ചെയ്യുന്നത്? കേന്ദ്രത്തിൽ ഡൽഹി പോയിരുന്നിട്ട് പണ്ട് കരിമീനും കൊണ്ട്, താങ്കളുടെ പാർട്ടിയിലായിരിക്കണ സമയത്ത് കരിമീനും കൊണ്ട് സോണിയാഗാന്ധിയെ സുഖിപ്പിച്ച് കിട്ടാവുന്നതൊക്കെ അടിച്ചു മാറ്റി. അവിടുന്ന് ഏതോ അവസാന സമയത്ത് കിട്ടാതായപ്പോ പാർട്ടി മാറി ഇടതുപക്ഷത്തിന്റെ ലൈസനിങ് ഓഫീസറായിട്ട് ഡൽഹിയിൽ ഇരിക്കുക. ആ മനുഷ്യൻ ഇപ്പൊ പൈസ കൂട്ടിക്കൊടുത്തില്ലേ? പണം ഇല്ലാത്ത ആൾക്കാർ പൈസ കൂട്ടിക്കൊടുക്കോ? ആ പൈസ മതിയായിരുന്നല്ലോ ഈ 25,000 ആശമാർക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട്. 25,000 ആശമാർക്ക് ഒരു 100 രൂപ കൂട്ടിക്കൊടുക്കണേ, എത്ര രൂപ വരുമെന്ന് നിങ്ങളൊന്നും മനസ്സിലാക്കുക. അവരെ ഇനി ഞാൻ ആ പോയിന്റ് ഞാൻ വിടുകയാണ്. മിസ്റ്റർ അനിൽ നമ്പ്യാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ സൂം ആയതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. മറ്റൊരു കാര്യം എനിക്ക് വളരെ വിഷമം തോന്നുകയാണ്. സമരപ്പന്തലിൽ പോയി മന്ത്രിമാർ ആരുടെയും സമരം തീർത്തിട്ടില്ല എന്ന്. ശരിയാണോ അത്? ഇന്ത്യയിൽ സമരപ്പന്തലിൽ പോയി സമരം തീർത്തവരുടെ ചരിത്രം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ഈ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. സമരപ്പന്തലിൽ പോയി സമരം തീർത്ത ചരിത്രമുണ്ട്. ഇനി ചരിത്രം ഇല്ലാതെയൊക്കെ ചരിത്രമുണ്ട്, അത് വേറെ വിഷയം. ഞാൻ ചോദിക്കുന്നത്, ഈ തൊഴിലാളിയല്ലേ നിങ്ങളുടെ സർക്കാർ? തൊഴിലാളി സർക്കാരല്ലേ? തൊഴിലാളി സർക്കാരാണോ ഇന്ന് കേരളം ഭരിക്കുന്നത്, അതോ മുതലാളി സർക്കാരാണോ? തൊഴിലാളികൾ സമരത്തിലിരിക്കുമ്പോൾ തൊഴിലാളികളെ കാണേണ്ട കടമ ആരുടെയാണ്? തൊഴിലാളികളുമായി സംസാരിക്കേണ്ട കടമ ആരുടെയാണ്? എന്തുകൊണ്ടാണ് തൊഴിലാളിയുമായിട്ടുള്ള ബന്ധം വെക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ തൊഴിലാളികളുടെ സമരത്തിന് ഒരു ഒത്തുതീർപ്പ് വേണ്ട, ഒരു ചർച്ച വേണ്ട, അവരെ ഒന്ന് വിളിച്ച് അവരെ അപമാനിക്കാതിരുന്നൂടെ നിങ്ങൾക്ക്? അവരെ എന്തൊക്കെയാ പറയുന്ന പുഴുക്കളാണ്, എന്തൊക്കെയാ പറയുന്നത് ഈർക്കിളിയാണ്. നിങ്ങളുടെ വിചാരം എന്താ? ഈ കേരളത്തില് CITU മാത്രമേ ഉള്ളൂ, CPM മാത്രമേ ഉള്ളൂ, ബാക്കി ആൾക്കാരൊക്കെ CPM പറയുന്ന കേൾക്കണം. നിങ്ങളുടെ ചരിത്രം ഞാൻ സുരേഷ് ബാബുവിനോടല്ല പറയുന്നത്, പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അത് എന്നേക്കാൾ നന്നായി സുരേഷ് ബാബുവിന് അറിയാം. എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ ഉപയോഗിക്കും, തൊഴിലാളികളെ ഉപയോഗിക്കും. ഇപ്പൊ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീ എന്താ പറഞ്ഞത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ്. ആ സ്ത്രീ പറഞ്ഞ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നാണ്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് ആയ സ്ത്രീ ഇവരൊക്കെ വോട്ട് ചെയ്തിട്ടാണല്ലോ അധികാരത്തിൽ വന്നത്. പക്ഷേ EMS മന്ത്രിസഭ തൊട്ട്
കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരായ തൊഴിലാളികളെ ഉപദ്രവിക്കലാണ് ഇവരുടെ പരിപാടി. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ഒരു പാർട്ടിയാണ് CPM. നമുക്കെല്ലാവർക്കും അറിയാം, EMS മന്ത്രിസഭയിലെ വെടിവെപ്പില് കശുവണ്ടി തൊഴിലാളികളെ കൊന്നത്, വെടിവെച്ചത് ആരാ? കശുവണ്ടി തൊഴിലാളികളെ വെടിവെച്ചു കൊന്നത് EMS മന്ത്രിസഭയുടെ കാലത്ത് ആരായിരുന്നു? മുഖ്യമന്ത്രി EMS തന്നെ ആയിരുന്നില്ലേ? അപ്പൊ അവിടെ നിങ്ങളുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏത് കാലഘട്ടത്തിലാണ് ഇവർ തൊഴിലാളിക്ക് വേണ്ടി നിന്നിട്ടുള്ളത്? ഇവര് ഭരിക്കുമ്പോ തൊഴിലാളി ഇല്ല. ഇവര് പ്രതിപക്ഷത്ത്, ഇപ്പൊ ഇവര് കേരളത്തിൽ പ്രതിപക്ഷത്താണ് എന്ന് വിചാരിക്കുക. എന്തായിരിക്കും കേരളത്തിലെ സ്ഥിതി? ആശമാർക്ക് വേണ്ടി ഇവര് തെരുവിലിറങ്ങിയിട്ട് എത്ര പോലീസ് ജീപ്പ് കത്തിച്ചിട്ടുണ്ടാവും, എത്ര ട്രാൻസ്ഫോമറുകൾ അവര് പൊളിച്ചിട്ടുണ്ടാവും, എത്ര ട്രാൻസ്പോർട്ട് ബസ്സുകൾ അവരില്ലാതാക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇവര് ഭരിക്കുമ്പോ ആരും സമരം ചെയ്യാൻ പാടില്ല. ഇവര് ഭരിക്കുമ്പോ തൊഴിലാളി മിണ്ടരുത്. ഇവര് ഭരിക്കുമ്പോ ആരും അവകാശം ചോദിക്കരുത്. ഇവര് ഭരിക്കുമ്പോ ആരെങ്കിലും അവകാശം ചോദിച്ചാൽ ഉടനെ കേന്ദ്രത്തിനെതിരെ പറയുക. ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്, കേന്ദ്രത്തിനെതിരെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? 2022-2023 കാലത്ത് ഗാർഹിക ഉപയോഗം നഗരത്തിലും ഗ്രാമത്തിലും ഏറ്റവും കൂടുതൽ അന്തരമുള്ളതാണ് ഈ കേരളം. തെലങ്കാനയും തമിഴ്നാടും കർണാടകയും വ്യാവസായികമായി വളരുമ്പോ ഞങ്ങളുടെ പൈസയില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പറയുന്നത് NRIക്കാർ, കേരളത്തിലെ NRIക്കാര് ഇപ്പൊ വന്നിട്ട് ബിസിനസ് തുടങ്ങിയത് തമിഴ്നാട്ടിലാണ്. ഈ കേരളത്തിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിലാണ്. എന്തേ കേരളത്തിൽ ഒരു വ്യവസായം വരാത്തത്? ഉള്ള വ്യവസായം എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാരെ അടിച്ചു ഓടിക്കല്ലേ? നോക്കുകൂലി ഇല്ല എന്നാ പറയുന്നത്. നോക്കുകൂലിക്കെതിരെ നിയമം കൊണ്ടുവന്ന സംസ്ഥാനമല്ലേ? പ്രവാസികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു പരിധിവരെ കേരളത്തിൽ നിന്നാണ്. എന്റെ പ്രവാസികളെ കൊണ്ട് നമുക്ക് ആ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ചിന്തിക്കണ്ടേ? നബാർഡിന്റെ സർവേയില് കുടുംബ സമ്പാദ്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ഇനി സാമ്പത്തികമായ രീതിയിൽ സംസാരിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. എന്നിട്ടും നിങ്ങൾ PSCക്ക് എത്രയാ കൂട്ടിക്കൊടുത്തത്? നിങ്ങൾ ശമ്പള കമ്മീഷന്റെ പേരും പറഞ്ഞാൽ നിങ്ങൾ എന്താ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മധ്യപ്രദേശിലെ PSC മെമ്പർമാർ എത്രയാ? 3. ഓരോ മന്ത്രിമാർക്കും 2.5 വർഷം കഴിഞ്ഞാൽ അവരുടെ PS-ഉം അവരുടെ ഗുമസ്തന്മാരും അവരുടെ കടലാസ് എടുക്കുന്ന ആൾക്കാരുമായിട്ട് 10-12 ആളുകളെയാണ് നിയമിക്കുന്നത് ഓരോ മന്ത്രിമാര്. അവർ നിയമിച്ചു കഴിഞ്ഞാൽ 2.5 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടും. പിന്നെ അവന്റെ ജോലിക്ക് പോയി. ഇവന്റെ ബന്ധുക്കളെയാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ എന്തുമാത്രം കള്ളത്തരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇപ്പൊ ഇതിനൊക്കെ പൈസയുണ്ട്. ഒരു മിനിറ്റ് നമ്പ്യാരെ, എനിക്ക് വളരെ വിഷമം തോന്നുന്നു ആ സ്ത്രീ സംസാരിച്ച കേട്ടപ്പോ. അത് മാത്രമല്ല, ഞാൻ മറ്റൊരു ആശാ വർക്കർ എന്നോട് ഇന്ന് സംസാരിച്ചു. ഞാൻ അങ്കമാലിയിലെ മുടിമുറിക്കുന്ന BJPയുടെ കൗൺസിലർമാർ 2 പേര് തല മുണ്ടനം ചെയ്തുകൊണ്ട് ഇവരുടെ സമരത്തിൽ പങ്കെടുത്തു. അത് അങ്കമാലി മാത്രമല്ല, കേരളത്തിലെ ഗുരുവായൂരിൽ പങ്കെടുത്തു തല മുണ്ടനം ചെയ്തുകൊണ്ട്. അങ്ങനെ നിരവധി സ്ഥലത്ത് നടന്നു. എന്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, എന്തേ ഈ സർക്കാരിന് അവരുമായിട്ടൊന്ന് സംസാരിച്ചാൽ, അവരുടെ വിഷമങ്ങളൊന്ന് പരിഹരിച്ചാൽ? നിങ്ങൾ പൈസ തൽക്കാലം കൊടുക്കണ്ടെന്ന് അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ എന്താ വിഷമം? നിങ്ങൾ സംസാരിച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാം. അപമാനിക്കാതിരുന്നൂടെ? അവരുടെ മഴ വന്നപ്പോ ഒരു കൊട കൊടുത്ത ഒരു മനുഷ്യനെ അപമാനിക്കുക. കൊട മാത്രമല്ല കൊടുക്കേണ്ടത്, വേറെ ചിലത് കൊടുക്കണം. എന്തൊരു വൃത്തികേടാണ് ഈ പറയുന്നത്. ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയല്ലേ? ഇവരുടെ സ്ത്രീത്വം എന്ന് പറയുന്നത് ഇവര് മാർക്സിസ്റ്റ് പാർട്ടിയുടെ AKG സെന്ററിൽ പണയം വെച്ചോ? ഇത്ര വൃത്തികെട്ട ഒരു സമീപനം സ്വീകരിക്കാൻ? വാസ്തവത്തിൽ ഈ ആശമാർക്ക് സമരം നടക്കുമ്പോ ആ സമര പന്തലിൽ പോകേണ്ടവരല്ലേ വാസ്തവത്തിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രി? പോയി അന്വേഷിക്കണ്ടേ? ഈ പാവം സ്ത്രീകളെ കുറെ ഉപയോഗിച്ചില്ലേ? ഈ സ്ത്രീകളെ കൊണ്ടല്ലേ നമ്മുടെ വീട്ടില്, നമ്മുടെ അടുത്ത വീട്ടില്, അവർ പ്രവർത്തിക്കുന്ന സ്ഥലത്തൊക്കെ വീടാന്തരം കയറി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് അവർക്ക് ജീവിക്കാൻ 232 രൂപ 240 രൂപ തൊഴിലുറപ്പിന് പോലും ഈ കേന്ദ്ര സർക്കാർ പൈസ കൂട്ടി. ഇപ്പൊ 380 രൂപയുടെ അടുത്തായി തൊഴിലുറപ്പ്. ഈ ആശമാരുടെ സ്ഥിതി ഇതല്ലേ? അപ്പൊ ഒരു സംസ്ഥാന സർക്കാർ അവരുടെ കടമയിൽ നിന്ന് ഓടിപ്പോവാ. എന്നിട്ട് സുരേഷ് ബാബു ഇപ്പൊ പറഞ്ഞതിനെയാണ് ഞാൻ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്നത്. സുരേഷ് ബാബു, രാഷ്ട്രീയം പറയരുത് പ്ലീസ്. ഇത് 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഈ സമരം നടത്തുന്നവർ അതിനുവേണ്ടിയാണ് സമരം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാലോ? 2026 വരാതിരിക്കുക, അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം.
അതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സുരേഷ് ബാബു, ആദ്യമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സുരേഷ് ബാബുവിനെ പോലെ മനസാക്ഷിയുള്ള, എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ നേതാവായ PC ചാക്കോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. നിങ്ങളൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ച സംഘടിപ്പിക്കേ. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അവർക്ക് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന, സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് പറ്റാവുന്നത് കൊടുക്ക്. അല്ലാതെ 2026 രാഷ്ട്രീയമാണ്, അതുകൊണ്ട് ഈ സമരം നടത്തുന്ന രാഷ്ട്രീയം ആയതുകൊണ്ട് വേണ്ടാന്ന് പറയുന്ന മര്യാദകേടാണ് സാർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആശമാർ എന്ന് പറയുന്ന ഈ പാവം സ്ത്രീകൾ അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അവർ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ഏതിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അവരാർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോട്ടെ. ഞങ്ങൾ അതിനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. BJP ഞങ്ങൾ ഒന്നേ പറയുന്നുള്ളൂ, അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്താൽ, പക്ഷെ അവരെ സംരക്ഷിക്കാൻ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. ശാലിനി, നോക്കൂ, ഭരണപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ ആശാമാരോടൊപ്പമാണ്, അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം. പക്ഷേ നിങ്ങളുടെ സമര രീതി ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കടുംപിടുത്തം ആശമാർക്കുണ്ടോ? തീർച്ചയായും സാർ, ഇതിന് എനിക്ക് എതിർപ്പുണ്ട്. ഞങ്ങളുടെ സമര രീതി ശരിയല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇടത് സഹയാത്രികനായ അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധിയായ സുരേഷ് ബാബു സാർ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ട്രാൻസ്പോർട്ട് ബസ് അടിച്ചു പൊട്ടിച്ചില്ല, ഞങ്ങൾ നിയമസഭയുടെ ബാരിക്കേഡ് തല്ലി തകർത്തില്ല, ഞങ്ങൾ നിയമസഭയിൽ കല്ലെറിഞ്ഞില്ല, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് കല്ലെറിഞ്ഞില്ല, ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്തി. വളരെ സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ നിയമസഭാ മാർച്ച് നടത്തിയത്. ഞങ്ങൾ ആശമാരുടെ മഹാസംഗമം നടത്തി, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങൾ ഒരു പൊതുമുതൽ നശിപ്പിക്കുകയോ ഒരാളുടെക്ക് ഒരു ജീവഹാനി വരുത്തുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ കുറേ സാധു സ്ത്രീകൾ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സകല സമരമാണ് ഇവിടെ ചെയ്യുന്നത്. ഞങ്ങൾ സ്വയം പീഡിപ്പിക്കുകയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്ക് നേരെ കണ്ണടച്ചാലും ഈ പൊതുസമൂഹം കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഞങ്ങളുടെ വേദനയും സങ്കടവും. പല വീടുകളിൽ ഇരുന്നു കൊണ്ട് ആശാപ്രവർത്തകരല്ലാത്ത സ്ത്രീജനങ്ങൾ പോലും ഞങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ തലമുടി ഇന്ന് അവർ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും അയച്ചു തന്നു. കാരണം ഇതൊരു സ്ത്രീ വിമോചന സമരമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഒരു നേരത്തെ ആഹാരത്തിന് സ്ത്രീകൾ അപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യ സംസ്കാരത്തിന് ഭൂഷണമല്ല സർ. അത് മനസ്സിലാക്കുക. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും തണലിൽ വന്നിരിക്കുന്നവരല്ല. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന ഞങ്ങളുടെ യൂണിയൻ, ഞങ്ങൾ അംഗീകരിക്കപ്പെട്ട ഞങ്ങളുടെ യൂണിയൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് പല പാർട്ടിയിൽപ്പെട്ടവരും തന്നെയാണ്. അവരുടെ രാഷ്ട്രീയം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊരു തൊഴിലാളിക്ക് വേണ്ടി അവർക്കൊരു നേതൃത്വം കൊടുക്കാൻ ഈ ട്രേഡ് യൂണിയൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആർക്കും കഴിയുമല്ലോ നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്ത്. അതാണ് അവരും ചെയ്യുന്നത്. പല സമരങ്ങളും മുന്നിട്ട് നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങൾ തന്നെയാണ് അവരാരും മാവോയിസ്റ്റുകളോ തീവ്രവാദികളോ ഞങ്ങൾക്കും അവരുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നുമില്ല. ഞങ്ങളുടെ ഇപ്പോൾ നേതൃത്വം നൽകുന്നവരുടെ പാർട്ടി രാഷ്ട്രീയം പോലും അറിയുന്നത് ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ്. അവർ ഇങ്ങനെ ഒരു പാർട്ടിക്കാരാണ്, അവർ ഇന്ന സമരങ്ങൾ നയിച്ചിട്ടുള്ളവരാണെന്ന്. അതാണ് അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാൻ ഈ സംഘടനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. ഈ 6 വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും അതിൻ്റെ സംഘടനാ നേതാവ് അവരുടെ യൂണിയനിൽ ചേരണമെന്നോ അവരെ പാർട്ടിയിൽ ചേരണമെന്നോ എന്നൊന്നും ആ പ്രസ്ഥാനം എന്താണെന്ന് പോലും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് നിങ്ങളെപ്പോലുള്ളവരും പത്രമാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരും ഒക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം. അവർ ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി എവിടെ അസംഘടിത മേഖലയിൽ ആര് കഷ്ടം അനുഭവിക്കുന്നോ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അവരുടേതെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ 2021 LDF-ന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു, ആശാ വർക്കേഴ്സ്, അങ്കണവാടി ജീവനക്കാർ, സ്കൂൾ അങ്ങനെയുള്ള അധ്യാപകർ, പാചക തൊഴിലാളികൾ, പിന്നെ അങ്ങനെ ഒരുപാട് സ്കീം വർക്കേഴ്സിനെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മിനിമം 700 രൂപ കൂലിയായിട്ട് നൽകുമെന്ന് ഈ LDF സർക്കാർ തന്നെയാണ് പറഞ്ഞത്. ഈ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ? നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കാൻ. ഞങ്ങൾക്ക് നന്നായിട്ട് എഴുത്തും വായനയൊക്കെ അറിയാമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മറന്നുപോയി. ആശമാർക്ക് എഴുത്തും വായനയൊക്കെ അറിയാം. ആശമാർക്ക് എഴുത്തും വായനയൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ നമ്പർ 1 കേരളമായി ഇപ്പോഴും ശിശുമരണ നിരക്കിൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനം
എന്ന ബഹുമതി ഇപ്പോഴും 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് കേരളം. എന്തുകൊണ്ടാണ്? ആശമാർക്ക് നന്നായിട്ട് എഴുതാനും വായിക്കാനും കാര്യബോധം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ വീട് വീടാന്തരം നടന്ന് യഥാസമയം അത് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ സേവനങ്ങൾ എത്തിക്കുന്നത് കൊണ്ടാണ് ഈ ആരോഗ്യ കേരളം നമ്പർ 1 ആയത്. ഞങ്ങളാണ് അടിസ്ഥാന വർഗവുമായിട്ട് ഇടപെടുന്നവർ, ഞങ്ങളും അടിസ്ഥാന വർഗമാണ്. ഈ സാധു ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നവർ ഞങ്ങളാണ്. കാടും മലയും കയറി നടക്കുന്നവർ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് നഗരപ്രദേശമാണ്. എന്നാൽ എൻ്റെ കൂടെയുള്ള സഹോദരിമാർ ഇടുക്കിയിലും വയനാടും പാലക്കാടും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പൊന്മുടി പ്രദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹാംലറ്റ് ആശമാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? കാട്ടാനെയും കരടിയെയും പുലിയെയും ഒക്കെ പേടിച്ചിട്ടാണ് അവർ ഈ തൊഴിലിന് വേണ്ടി ഇറങ്ങുന്നത്. അവരുടെ ജീവൻ എന്തുറപ്പാണുള്ളത്? ഒരു ഉറപ്പുമില്ല. അവർ സന്നദ്ധ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അതിനെ മാനിക്കണം. ഒരു രാഷ്ട്രീയ നേതാവിന് പോലും അത്തരം സന്ദർഭങ്ങളിൽ അവരോട് ഇടപെടാൻ കഴിയില്ല. ചൂരൽമലയിലും ഉരുൾപൊട്ടൽ, ഉണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഒക്കെ ഉണ്ടായി. അവിടെയൊക്കെ ആ മൃതശരീര അവശിഷ്ടങ്ങളെ തെരഞ്ഞ് കണ്ടുപിടിച്ചത് ഞങ്ങളുടെ ഒരു സഹോദരി തന്നെയാണ്. ഷൈജ എന്ന് പറഞ്ഞ സഹോദരിയാണ് ആ മൃതദേഹങ്ങളെ തിരിച്ചറിഞ്ഞത്. അവിടെ ഒരു വാർഡ് മെമ്പർക്ക് അത് തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. അവർ അത്രത്തോളം ജനങ്ങളുമായിട്ട് ഇടപഴകിയവരായതുകൊണ്ടാണ് മണ്ണിനടിയിൽ ദിവസങ്ങൾ കഴിഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് പോലും ആളെ തിരിച്ചറിഞ്ഞത്. അപ്പോൾ അത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നവരാണ് ആശാപ്രവർത്തകർ. പിന്നെ അപ്പർ ക്ലാസ്സിലുള്ളവരുമായിട്ട് അവർക്ക് നമ്മുടെ സേവനങ്ങൾ വേണ്ട എങ്കിലും അവരുടെ വീടുകളിൽ ഞങ്ങൾ ചെല്ലാറുണ്ട്. ഞങ്ങൾ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്കാണ് ചെല്ലുന്നത്. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങളെ അറിയാം. ഇപ്പോഴാണ് അവരറിയുന്നത് ഞങ്ങൾ 232 രൂപയ്ക്കാണ് ഈ വേതനം പറ്റിക്കൊണ്ടാണ് ജോലി ചെയ്യുന്നത്. അതും 3-4 മാസം ഞങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് വേതനം കിട്ടുന്നത്. ഇപ്പം ഞങ്ങളുടെ സമരത്തിൻ്റെ ഫലമായി ഈ ഫെബ്രുവരി പണിയെടുത്ത ആശമാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഇൻസെൻറ്റീവ് ഓണറേറിയം കിട്ടി. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ ഇരുന്ന് വെയിലും മഴയും കൊണ്ടതുകൊണ്ടാണല്ലോ അവർക്കത് കിട്ടിയത്. ഈ ആശമാരുടെ 18 വർഷ സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പം 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി. അതിൽ കുറേയൊക്കെ നമ്മുടെ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ തിരികെ കയറ്റിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്കത് പിന്നീട് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട് NHM. അതിലും പരിഹാരം കണ്ടെത്താമെന്ന്. എങ്കിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 24 മണിക്കൂർ ജോലിക്ക് പോകണമെന്ന് മേളിലിരുന്നു കൊണ്ട് ഓരോ സർക്കുലർ ഇറക്കും. നേരിട്ട് ചെന്ന് NHMനോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ പഴയതുപോലെ ജോലി ചെയ്താൽ മതി, 24 മണിക്കൂറൊന്നും നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് വേറെ ജോലി ചെയ്യാമെന്ന്. പണി എടുപ്പിക്കുമ്പം ഞങ്ങൾ തൊഴിലാളികളും വേതനം ചോദിക്കുമ്പോൾ ഞങ്ങളെ സന്നദ്ധ പ്രവർത്തകരുമായിട്ട് കാണുന്ന ഇരട്ടത്താപ്പ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സ്ത്രീ ചൂഷണമല്ലേ? സ്ത്രീ തൊഴിലാളികളെ വളരെ നന്നായിട്ട് ചൂഷണം ചെയ്യുന്നൊരു മേഖലയാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഈ 10 വർഷക്കാലം ആകാൻ പോകുന്നു. അവർക്ക് ഇതൊന്നും മതിയാക്കിക്കൂടെയായിരുന്നു? എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ കഴിഞ്ഞ കാല സർക്കാരുകൾ പറയുമ്പോൾ 1-2 മണിക്കൂർ മാത്രം അവർക്ക് ജോലി ചെയ്താൽ മതിയായിരുന്നു. അവർക്ക് എവിടെ വേണേലും പോവാം, അവരുടെ സമയം അനുസരിച്ച് ചെയ്തു കൊടുത്താൽ മതി. പക്ഷേ ഈ 10 വർഷക്കാലം ഇങ്ങോട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് നിത്യേന ഞങ്ങൾ ഫീൽഡിലെ വിവരങ്ങൾ തിരക്കുകയും അത് മേലുദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഒരു ഡെങ്കു കേസ് വന്നാൽ അതിന് ചുറ്റുമുള്ള 50-100 വീടുകൾ ഉടനെ തന്നെ സോഴ്സ് റിഡക്ഷൻ നടത്തി അതിൻ്റെ റിപ്പോർട്ട് മേലധികാരിക്ക് കൊടുക്കണം. അതിന് വെക്ടർ കൺട്രോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത്. HIമാർ ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ട്. അവർക്ക് നടത്താം. അവർക്ക് പൈസയുണ്ട്. ഈ പോകുന്ന ആശ ഈ സോഴ്സ് റിഡക്ഷൻ വർക്ക് നടത്തിയാൽ കൊതുകടിയും കൊണ്ട് ഈ പാട്ടയും ചിരട്ടയും വെള്ളമൊക്കെ മറിച്ചിട്ട് കഴിഞ്ഞ് അവിടുത്തെ ഇതിൽ ഉറവിടമൊക്കെ നശീകരണം ചെയ്തു വരുന്ന ആശയ്ക്കില്ല സർ. പൊരി വെയിലത്തായാലും പെരുമഴയത്തായാലും ഞങ്ങൾ ആ പ്രവർത്തനം ചെയ്യും. അത് ജനസേവനം തന്നെയാണ്. എന്നിട്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കും. ഒരു മഞ്ഞപ്പിത്തം വരട്ടെ, ആ ചുറ്റുപാട് ഒരു ചെള്ളുപനി വരട്ടെ, അപ്പോഴും ഞങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്യും. അതിനൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം ഇല്ല. ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലിക്ക് തരുന്നതിന് കുറേ ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസെൻറ്റീവുകൾ വെട്ടിക്കുറയ്ക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് മാന്യമായ ഒരു തുക. ഞങ്ങൾ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾക്ക് മിനിമം അവർ പറഞ്ഞ കൂലി തരിക, അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. ഒരു സർക്കാരിന് തരാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ 700 എന്ന് പറഞ്ഞത്. അവർക്ക് തരാൻ പറ്റാത്ത എന്തിനാ അവർ തരാം എന്ന് പറഞ്ഞ് പ്രകടന പത്രിക അടിച്ചിറക്കിയത്? അപ്പം 4 വോട്ടിന് വേണ്ടിയിട്ട് എന്ത് വിടുവായത്തരം പറയുകയും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ കണ്ടിട്ടില്ല, എന്തോ പറയുമല്ലോ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാവും ആശമാരെയും മറ്റു ജോലിക്കാരെയും കാണുമ്പോൾ നിങ്ങൾ ഏത് തൊഴിലാളി? ഇപ്പം മുതലാളിമാരുടെ ധാർഷ്ട്യത്തിലാണ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം സിനിമ കാണാൻ പോയിരിക്കുന്നു കുടുംബസമേതം. ഈ 50 ദിവസമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ, മഴയത്തും വെയിലത്തും ഇരിക്കുന്ന ആശമാരെ കാണാൻ നേരിട്ട് വരണ്ട, പ്രതിനിധി അയക്കാൻ ആരോഗ്യമന്ത്രിക്ക് വരാമല്ലോ. കർണാടകയിൽ സമരം ആശമാർ നടത്തിയപ്പോൾ അവിടുത്തെ ആരോഗ്യമന്ത്രി ചെന്നല്ലോ, പൂന്നിൻ്റെ അന്ന് ചെന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ പോകണമെന്ന് പറഞ്ഞു കൊണ്ട് അതിനൊരു ഒത്തുതീർപ്പ് വരുത്തിയില്ലേ? പശ്ചിമ ബംഗാൾ സർക്കാർ 5 ലക്ഷം രൂപ പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് കൊടുക്കുന്നില്ലേ? ഇപ്പോൾ പുതുച്ചേരിയിലെ സർക്കാർ 10,000-ൽ നിന്ന് 18,000 ആശമാർക്ക് കൊടുത്തില്ലേ? അപ്പോൾ അവിടെ അംഗസംഖ്യ പറഞ്ഞു, അംഗസംഖ്യയല്ലേ, എന്നാലും ആ സ്റ്റേറ്റ് അത് ചെയ്തില്ലേ? എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഓണറേറിയം വർദ്ധിപ്പിക്കാം എന്ന് തന്നെയാണ് ആ പൊതുസമൂഹത്തിലേക്ക് ഈ കാഴ്ചപ്പാട് കൊണ്ട് എത്തിക്കുന്നത്. പിന്നെ ഞങ്ങൾ എത്ര ഇരുട്ടുകൊണ്ട് ഓട്ടം അടയ്ക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല സാർ. വെളിച്ചം വരുമ്പോൾ അതില്ലെങ്കിൽ അത് മറയുക തന്നെ, ആ ഓട്ട കാണും. അതേപോലെയുള്ളൂ. രാവും പകലും പോലുള്ള വ്യത്യാസത്തിൽ ജനം ഇത് മനസ്സിലാക്കും. ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കുക.
ഞങ്ങളോട് എന്തിനാ വെല്ലുവിളി നടത്തുന്നത്? ഈ സമരസമിതിയുടെ നേതാക്കളെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടി രാവും പകലും പണിയെടുത്ത, ജീവൻ പണയം വെച്ച് പണിയെടുത്ത ഈ ആശമാരെ നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ഈ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പലരും ജോലിക്ക് കയറിയെന്ന് പറഞ്ഞാലും അവരെയൊക്കെ വിരട്ടി ഓടിച്ച് കയറ്റിയതാണ്. CPM-ന്റെ നേരിട്ടുള്ള ഓഡിയോ സന്ദേശങ്ങളുണ്ട്, നേരിട്ട് അനുഭവമുണ്ട്. ഈ ഞങ്ങളുടെ സമരത്തിലേക്ക് വരാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിൽ നിന്നും ബസ്സുകളിൽ കയറിയ ആശമാരെ അവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾ വണ്ടി തടഞ്ഞ് ഇറക്കിവിട്ട സംഭവങ്ങളുണ്ട്. അവർ ഫോണിൽ വിളിച്ച് കരഞ്ഞോടെ പറഞ്ഞു. ഇന്ന് ഇവിടെ വരാൻ പറ്റാത്തതിൽ അവർ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ തലമുടി മുറിച്ചു. ഞങ്ങൾ ഈ സെക്രട്ടറിയുടെ ഇടയിൽ ഞാനും മുടി മുറിച്ച് പ്രതിഷേധിച്ചു. കാരണം മുടി മുറിക്കുക എന്ന് പറയുന്നത് കഴുത്തറുക്കുന്നതിന് തുല്യം തന്നെയാണ്. ആ ഒരു കേസ് കോടതിയിൽ എത്തിയാൽ പോലും മുടി മുറിച്ചു കഴിഞ്ഞ് അത് കൊലപാതക ശ്രമമായിട്ടാണ് കേസെടുക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയെങ്കിലും ഞങ്ങളെ കാണട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കോടതിക്കും മേലെയായി ഒരു ഭരണാധികാരി മാറിയിരിക്കുന്നു. CPM-ന്റെ നിലപാട്, CPM-ന്റെ പാർട്ടി നിലപാട് തന്നെ മാറിയിരിക്കുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് വ്യക്തി ഒരിക്കലും പാർട്ടിക്ക് അതീതമായി വളരരുതെന്നുള്ളത്. ഇന്ന് നിങ്ങളുടെ പാർട്ടിക്ക് അതീതമായി വ്യക്തി വളർന്നു കഴിഞ്ഞു സാർ. നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് ഒരു വ്യക്തി വളർന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 50 ദിവസമായി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കേണ്ടി വരില്ലായിരുന്നു. എല്ലാവരും ഒരു വ്യക്തിയെ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഇടതുപക്ഷത്തിൽ നിന്ന് ഫാസിസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ഒരു ഇടതുപക്ഷ തൊഴിലാളി വർഗ സർക്കാരിന് എങ്ങനെ ഈ തൊഴിലാളികളെ ഇത്ര പുച്ഛഭാവമായത്? ഈ ഭരണവർഗത്തിൻ്റെ എല്ലാ മന്ത്രിമാരാവട്ടെ, സ്ത്രീ ഉൾപ്പെടെ, മന്ത്രി ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ആശമാർക്ക് നട്ടലുണ്ടോയെന്ന്. ഞങ്ങൾക്ക് നല്ല നട്ടലുറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 50 ദിവസവും ഞങ്ങൾ ഇവിടെ ഇരുന്നത്. നട്ടലുറപ്പുള്ള ഒരു വനിതാ മന്ത്രിയാണ് എന്താ ഇവിടെ വന്ന് കാണാത്തത്? എന്തിനാ സ്ത്രീകളെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അവരൊരു സ്ത്രീയല്ലേ, വന്ന് ചോദിക്കാമായിരുന്നല്ലോ. അവരാരെങ്കിലും പിടിച്ചു വയ്ക്കുമോ? അവർ സ്ത്രീപക്ഷം പറയുന്നവരല്ലേ, വന്ന് ചോദിക്കണം. മുഖ്യമന്ത്രി വരാൻ പറ്റില്ല, ഈ വനിതാ മന്ത്രിമാർക്ക് വരാമല്ലോ. എന്തുകൊണ്ട് 3 പേരുണ്ടല്ലോ? ചിഞ്ചുറാണിയുണ്ട്, മന്ത്രി ആർ ബിന്ദു ഉണ്ട്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉണ്ട്. ഇവർക്കാർക്ക് ഇവിടെ വന്ന് തിരക്കിക്കൂടെ? ഇവരൊക്കെ സ്ത്രീകളല്ലേ? ഇവർ മാർച്ച് 8-ന് വനിതാ ദിനമൊക്കെ ആഘോഷിച്ചല്ലോ അവരുടെ പാർട്ടിയിലും വലിയ മെമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സാധുക്കളായ കുറേ സ്ത്രീകളെ ഇവിടെ ഇരുത്തി പട്ടിണിക്കിട്ടും കഷ്ടപ്പെടുത്തിയും ഞങ്ങളുടെ ഇവിടെ സമരപ്പന്തൽ നിരാഹാരം കിടക്കുന്ന ആശാ വർക്കർമാരെ നോക്കാൻ ഒരു ഗവൺമെന്റ് ഡോക്ടറെ വിട്ടു തന്നില്ലല്ലോ. അതൊരു മര്യാദക്കേടല്ലേ കാണിച്ചിരിക്കുന്നത്? ഒരു പോലീസ് അറിയിപ്പ് കൊടുത്തിട്ട് പോലും ഒരു വൈദ്യസഹായം എത്തിച്ചു തന്നില്ലല്ലോ. ഞങ്ങൾ അവരുടെ BP ഷുഗറും നോക്കി ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ കൊലയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവരുടെ ആരോഗ്യനില വഷളാകുമ്പോൾ ഞങ്ങൾ തന്നെ പോലീസിനെ അറിയിച്ചു, ആംബുലൻസ് വിളിച്ചും ഒക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഇതൊരു നിഷ്പക്ഷ ഗവൺമെന്റ് ആണെന്നോ ഇടതുപക്ഷ സർക്കാരാണെന്നോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവരുടെയൊക്കെ രാഷ്ട്രീയം മുതലാളിമാർക്ക് വേണ്ടി മാത്രമുള്ളതായി. ഖജനാവിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് പൈസയുണ്ട്. ഞങ്ങളോട് വാശി പിടിക്കുന്നത് എന്തിനാ? ഞങ്ങളോട് വാശി പിടിക്കുന്നത് അവർ സ്വയം നാശത്തിന് തന്നെയാണ് എടുക്കുന്നത്. അവർക്ക് തുടർഭരണം കിട്ടിയത് എങ്ങനെയാ? കോവിഡൊക്കെയും വെള്ളപ്പൊക്കവും ഒക്കെ മുതലാക്കി പറഞ്ഞുകൊണ്ടാണ്, കിറ്റ് കൊടുത്തും ഞങ്ങളെ പോലുള്ളവരെ പറഞ്ഞു പറ്റിച്ചൊക്കെ അധികാരത്തിലേറിയത്. ഇനിയും അവർ മൂന്നാമത് വരുന്നുണ്ടെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിൽ ജനം അവരെ അംഗീകരിക്കും? അതുകൂടെ അവർ ചിന്തിക്കണം. ആര് ഭരിച്ചിരുന്നാലും എന്തോ പറയുമല്ലോ, ഉണ്ണി പിറന്നാലും ഓണം വന്നാലും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ആശമാർക്കുള്ളത്. ആരും തിരിഞ്ഞു നോക്കാതെ ഫുട്ബോൾ ഇവിടെ ചോദിക്കുമ്പോൾ കേന്ദ്രത്തോട് ചോദിക്കും, കേന്ദ്രം പറയും കേരളത്തോട് ചോദിക്കാൻ. ഞങ്ങൾ പക്ഷേ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ കേരള സർക്കാരിന് പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്, അധികാരമുണ്ട്. അതുകൊണ്ടാണ് മറ്റു സ്റ്റേറ്റുകൾ ഇതെല്ലാം ആശമാർക്ക് ചെയ്തു കൊടുത്തത്. ശ്രീ പാണ്ഡ്യാല ഷാജി, എന്തൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ശാലിനി സംസാരിക്കുന്നത്. കൃത്യമായി പഠിച്ചാണ് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചുറ്റിലും നടക്കുന്നതൊക്കെ അവർക്ക് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ശ്രീ പാണ്ഡ്യാല ഷാജി, പിണറായിയുടെ സ്വഭാവം വെച്ച് എത്ര ദിവസം കൂടി ഇവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുത്തും? അല്ല, അതിനകത്ത് ഒരു കാര്യം നമ്പ്യാർ ശാലിനി പറയുന്ന സമയത്ത് എന്താ പറഞ്ഞാൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോ തൊഴിലാളിയും ഓരോ ആശയം എന്താണെന്ന് പറഞ്ഞാൽ ആശാവർക്കർ എന്നറിയാം, അതിനകത്ത് നേതാവാണ്. ഈ സമരത്തിന് എന്താ ആ സമരത്തിന് മറ്റൊരു കെട്ടിയിറക്കപ്പെട്ടിരിക്കുന്ന നേതാവില്ല. അതുകൊണ്ട് തന്നെയാണ് ആ സമരത്തെ കീഴ്പ്പെടുത്തുക, പരാജയപ്പെടുത്തുക ഈ മുഖ്യമന്ത്രിയല്ല അയാളെക്കാൾ വലിയ തമ്പ്രാമിയാച്ചാൽ സാധ്യമല്ലാത്ത ഒരു രാഷ്ട്രീയ ഭൂമികേട് ഉണ്ടാകുന്നത്. അത് വെറുതെ പറയാം. അതിന് ബഹുമാനപ്പെട്ട PM സുരേഷ് ബാബു കുണ്ടിതപ്പെട്ടൊരു കാര്യമില്ല. കാരണം എന്താ അറിയോ, ഒരു സമരം എന്ന് പറയുന്നത് സമരം പുറക്കുന്ന ഇവിടുന്നാണ്, ആവശ്യങ്ങളിൽ നിന്നാണ്. ആവശ്യമില്ല സമരം നിർമ്മിക്കുന്നിടത്താണ് സമരം പാളിപ്പോകുന്നത്. ഈ സമരം പിറന്നു വീണത് അവരുടെ അനിവാര്യതയിൽ നിന്നാണ്. ഈ അനിവാര്യതയിൽ ഉയർന്നു സമരത്തെ ആഭാസതരത്തിലാകുന്ന പ്രസ്താവന കൊണ്ട് മറികടക്കുകയോ അപമാനിക്കാനോ സാധ്യമല്ല. അതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സമരം രാഷ്ട്രീയമായി വിജയിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള രാഷ്ട്രീയമായ കാരണവുമെന്നാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ, കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നാണല്ലോ സങ്കല്പം. ഇടതുപക്ഷവുമായി മൂത്രമൊഴിച്ച ബന്ധമുള്ള ഒരു സർക്കാരാണോ ഈ സർക്കാർ?
അതല്ല എന്ന് PM സുരേഷ് ബാബുവിന് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. പക്ഷേ യു ആർ ബൗണ്ട് ടു നിങ്ങളെ മറ്റു രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. കാരണം അത് നിങ്ങളുടെ മുന്നണിക്കകത്ത് നിങ്ങളുടെ ദുര്യോഗമാണത്. ഈ ദുര്യോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്ത് ജനാധിപത്യപരമായ ഒരു സംഭവം പറയാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധത്തിൽ നിങ്ങൾ ബന്ധനസ്ഥരാക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെതായ അല്ലെങ്കിൽ തൊഴിലാളി വർഗം എന്ന് പറയേണ്ട സാധാരണക്കാരാക്കുന്ന മനുഷ്യന്റെ ജീവിതഗന്ധിയായ രാഷ്ട്രീയം, ഈ ജീവിതഗന്ധിയായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി സമരഭൂമിയിലേക്ക് കടന്നപ്പോ 1957 വന്നിരിക്കുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, 59 അതിൽ പിന്നീട് വന്നിരിക്കുന്ന വിമോചന സമരം, ആ വിമോചന സമരത്തിൽ പങ്കാളികളായിരിക്കുന്നവരെ കൂട്ടിയേർത്തുകൊണ്ടാണ് AKG ഇവിടെ സമരം നടത്തിയത്. ഓർമ്മയുണ്ടാവുമല്ലോ PM സുരേഷ് ബാബുവിന് അമരാവതിയിൽ AKG സമരം ഏറ്റവും ഗംഭീരമായി സമരം നടത്തിയത് അങ്ങനെയാണ്. ആ സമരത്തിന് പേരിൽ AKG പാർട്ടിയുടെ പണിഷ്മെന്റ് വാങ്ങിയ നേതാവാണ്. നിങ്ങൾ ആരോടെങ്കിലും പാർട്ടിക്കാരോട് അന്വേഷിച്ച് നോക്കണോ? അതിനോട് പാർട്ടി നടപടിക്ക് വിധേയരാക്കപ്പെട്ട ആളാണ് AKG. അതാണ് തൊഴിലാളി വർഗത്തിന്റെ സമരം എന്ന് പറയുന്നത്. ആ സമരത്തിന്റെ രീതിയിലേക്ക് ഇവിടെ ആര് മാറണം? അന്നേരം അത് പറയുന്നത് ഈ SUCI-ക്കാരാണ് അല്ലെങ്കിൽ അവരാണ് വരുന്നതോട് അവർ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയാവുന്ന അധമത്വം വരുമ്പോ നിങ്ങൾക്ക് എവിടെയാണ് വാദത്തിൽ മാനവികതയുള്ളത്? എവിടെയാണ് മാനവികതയുള്ളത്? ഈ മാനവികത ഞാൻ ശരിയായിട്ട് പറയുന്നില്ല. ഈ മാനവികതയുടെ ഒരംശം പോലും പിറവിയിൽ തന്നെ ഇല്ലാതാക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ഈ സമരം എത്ര കാലം ഇനി നീട്ടിക്കൊണ്ടുപോകുമെന്നല്ല വിഷയം. എത്ര സമയത്തിനുള്ളിൽ ഈ സമരം തീർക്കാൻ അയാൾ നിർബന്ധിതമായി തീരുന്ന ഒരു പുതിയ രാഷ്ട്രീയ ഭൂമിക ഈ കേരളത്തിൽ രൂപം കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് അതിന്റെ വർത്തമാനകാലമായ യാഥാർത്ഥ്യം. ഒറ്റൊരു പോയിന്റ് കൂടി, ഈ ആശമാരുടെ വിഷയം തീർക്കണമെങ്കിൽ ഇയാളുടെ ക്ലിഫ് ഹൗസ് ഉണ്ടല്ലോ, ആ ക്ലിഫ് ഹൗസിന്റെ അറ്റകുറ്റപ്പണി എന്തെങ്കിലും ഇതുവരെ ആരും ചെലവാക്കിയിരിക്കുന്ന പൈസ എത്രയാണ്? ബാക്കി എല്ലാം കൂടി നിങ്ങൾ ഒഴിവാക്ക്. 3.25 കോടിയോ 4.25 കോടി രൂപയോ മറ്റാണ് ഇയാളുടെ മരുമകന്റെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് ഈ മുടിഞ്ഞ തറവാടെന്ന് പറഞ്ഞ സാധനം ക്ലിഫ് ഹൗസ്, ആ ക്ലിഫ് ഹൗസിന് ഇപ്പൊ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുന്ന തുക ആ തുക വേണോ? ഈ ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണോ? 100 കോടി രൂപയുടെ കാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പണം അത് വേണോ? ഇത് മാറ്റിവെക്കാൻ അത് വേണോ? ഇതൊന്നും ചർച്ച ചെയ്യാതെ എന്ത് ചെയ്യാന്നറിയോ? അയാളോട് തിരുവായി നിങ്ങൾ അത് ഇങ്ങനെയൊന്നും വരണമായിരുന്നല്ലോ, അങ്ങനെ വന്ന് പറയാമെന്ന് അറിയോ? അവിടെയാണ് ഈ ആശാവർക്കർ വായിക്കുന്ന ഓരോരുത്തർ മുടി മുറിച്ചിരിക്കുന്ന ഓരോ ആളും വന്നാല് ഓരോ ആളും പോരാളിയായത് അവിടെയാണ്. അവിടെയാണ് അവർ ഫൈറ്റർമാരായത്. ആ ഫൈറ്റർമാരായിരിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന രീതിയിൽ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു അവരോട് വിനീതരും വിധേയരുമാവാനല്ല, അവർ സമരം ചെയ്യാൻ വന്നവരാണ്. സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവരവിടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങാൻ ആവശ്യമായിരിക്കുന്ന ഒരു ഭൂമിക ഈ കേരളത്തിലെ പൊതുജനം അവർക്ക് നൽകിയിരിക്കുമെന്നാണ് മിസ്റ്റർ നമ്പ്യാർ. എനിക്ക് ഈ സമയത്തിന്റെ പരിമിതി കാരണം പറയാനുള്ളത്. സന്തോഷം. യെസ്, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, നോക്കൂ, അവർക്ക് കൊടുത്തൊരു വാഗ്ദാനം നേരത്തെ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രകടന പത്രികയിൽ കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വാഗ്ദാനം പാലിക്കുന്നില്ല? ഗോപാലകൃഷ്ണൻ വക്കീൽ സൂമിൽ ഉണ്ടോ? ഞാനുണ്ട് സുരേഷ് ബാബു. ഉണ്ട്, പറഞ്ഞോ. അതെ ഉണ്ടെങ്കിൽ എന്താ അറിയോ, ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ല. നേരത്തെ ഷാജി പറഞ്ഞത് ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് ഞാൻ അവിടെ പറഞ്ഞതേ ഉള്ളൂ. അങ്ങ് നേരത്തെ ഷാജി പറയുന്നത് കേട്ടിട്ടുണ്ടാവില്ല, പെട്ടെന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. നമ്മൾ രണ്ടുപേരും പെട്ടെന്ന് വന്നതല്ലേ, അപ്പോൾ അത് കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ വന്ന് കിടക്കുമ്പോൾ ഇതുള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ള ഒരു റിപ്ലൈ എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം അപക്വമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് അങ്ങ് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അത് കേട്ടതേ ഞാൻ എൻ്റെതായിട്ടുള്ള വർത്തമാനമല്ലത് എന്നാണ് ഞാൻ പറയുന്നുള്ളത്. മറ്റേ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് ഞാൻ പറയാം. പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് ഈ സന്നദ്ധ സേവ പ്രവർത്തകന്മാർ എന്നുള്ള നിർവചനത്തിൽ നിന്നും അവരെ മാറ്റി തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണം. അങ്ങനെ ആ തൊഴിലാളി എന്ന നിർവചനത്തിലേക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം എന്ന് പറയുന്ന 700 രൂപയോടടുത്ത സംഖ്യ, അത് വരുമ്പോൾ 30 ദിവസത്തേക്ക് 21,000 രൂപ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രകടന പത്രികയിലെ പരാമർശം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി അവരോട് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി അത് വായിച്ചു നോക്കൂ എന്ന് പറയാനുണ്ടായ കാരണം അതാണ്. ഇനി അതല്ല എങ്കിൽ അനിൽ നമ്പ്യാർ പറയുന്നത് ഞാൻ പെട്ടെന്ന് ഒറ്റയടിക്ക് ഞാൻ നിഷേധിക്കില്ല, ഞാൻ അത് അവിശ്വസിക്കുകയുമില്ല.
ഞാൻ എൻ്റെ അടുത്തുള്ള ഈ വിവരം വെച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞാനത് പരിശോധിച്ച് കൃത്യമായ ഒരു പരാമർശം അക്കാര്യത്തിൽ ഉണ്ടെങ്കിൽ കൊടുക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കും എന്നതാണ് അതിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത് സമ്മർദ്ദം ചെലുത്തും. അത് ഉറപ്പായിട്ടും ചെയ്യും. അത്തരം ഒരു പരാമർശം. കാരണം എന്താ വെച്ചാൽ ഈ ഇപ്പോൾ കിട്ടുന്ന 8,000 7,000 21,000 തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. 21,000 എത്തിയാലും ഈ ജനങ്ങൾ ഇവർ പ്രയാസപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ 7,000 നിന്ന് 21,000 കൊടുക്കുന്നതിൽ പിന്നെ അവര് ഈ എക്സ്ട്രാ വാങ്ങിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ദൂർത്താകുന്നു എന്നൊന്നും ഒരു നിഗമനത്തിൽ എത്താത്ത ഒരാളായതുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നേരത്തെ ഉണ്ടെങ്കിൽ പറഞ്ഞു പറ്റിച്ചു എന്ന് പിന്നെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ പാടില്ലല്ലോ. ഒരിക്കലും അങ്ങനെ പാടില്ല. ആ പാടില്ലായ്മക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. 2, ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു ഓഫർ ആണെങ്കിൽ അല്ലെങ്കിൽ മുന്നണിയുടെ ഭാഗത്തുള്ള ഓഫർ ആണെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്നതിന് ആവശ്യമായ സമ്മർദ്ദം നമുക്ക് ചെലുത്തുകയും ചെയ്യാം. അല്ലാത്ത മറ്റിതര കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ അതിനകത്തുള്ള രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെ രണ്ട് മുന്നണികളും അല്ലെങ്കിൽ സമരത്തിന്റെ ആളുകളും സമരത്തിന്റെ വിരുദ്ധന്മാരും ഒക്കെ ആയിട്ട് അതിങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് ഉണ്ടാകും. ആ ക്ലാഷ് അതിൻ്റെതായ രൂപത്തിൽ നടക്കുമ്പോൾ അതിനെന്താണോ പിന്നെ അതിൻ്റെ പരിണിത ഫലം എന്താണോ ആ ഫലം ആരായാലും അനുഭവിക്കും. അതിനിപ്പോൾ പ്രത്യേകിച്ചൊരു ഒന്നും കുറ്റം പറയാനൊന്നുമില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനില്ലല്ലോ. ഈ സമരം നേരിടേണ്ടതാണ് എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനമെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്താണോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുഭവിക്കും. അത് അതിനെ കൊണ്ട് നന്മയാണെങ്കിൽ നന്മ കിട്ടും, തെറ്റാണെങ്കിൽ ദോഷമാണെങ്കിൽ ദോഷം അനുഭവിക്കും. ശാലിനി പറയുന്നതിനോട് ഖണ്ഡിക്കാൻ ഞാൻ ആളല്ല. കാരണം അവർ വേദന അനുഭവിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്, ദുഃഖം അനുഭവിക്കുന്നവരുടെ പട്ടികയിൽപ്പെട്ട ആളാണ്. ആ ദുഃഖത്തിൻ്റെയും വേദനയുടെയും പ്രതിഫലനം എന്നുള്ള നിലയിൽ അവരുടെ വാക്കുകളിൽ പാളിച്ചകൾ ഉണ്ടെങ്കിൽ പോലും അത് ഒരു സഹോദരീ നിർമ്മിതമായ സ്നേഹത്തോടുകൂടി ഞാനത് സ്വീകരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ അതിനോട് മറിച്ച് പ്രതികരിക്കാനൊന്നും എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുകയില്ല. ആരെയും വഷളാക്കാനോ ആരെയും ചീത്തയാക്കാനോ ജനാധിപത്യ സമൂഹത്തിലെ ഒരു രാഷ്ട്രത്തിനകത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യാനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ ഉള്ള ജനാധിപത്യ അവകാശം നിലനിർത്താൻ പ്രതിബദ്ധതയുള്ള ഒരു ഭരണകൂടമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടം മാറണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രക്ഷോഭം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും അവരുടെ എല്ലാ ഡിമാൻഡുകളും കൊടുത്ത് കീഴടങ്ങണം എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് നിങ്ങൾ പോകരുത്. പക്ഷേ അവർക്ക് പറയാനുള്ളത് പറയാനും കേൾക്കാനുള്ളത് കേൾക്കേണ്ടവർ കേൾക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏത് രീതിയിൽ കേൾക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ പറ്റില്ല. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയോ അല്ലെ മന്ത്രിമാരുടെ ഭാഗത്ത് എന്തെങ്കിലും പരാമർശം ഉണ്ടാവുകയോ അത് സന്നദ്ധ പ്രവർത്തകന്മാരായിട്ടുള്ള ആശാപ്രവർത്തകന്മാരുടെ മനോവേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനോവേദന ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന നിഗമനത്തോടുകൂടി ഈ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ തൊഴിലാളിയായി അംഗീകരിക്കുകയും അങ്ങനെ തൊഴിലാളിക്ക് ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടുള്ള മിനിമം വേതനത്തിന്റെ ഭാഗമായി അവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാവശ്യമായ നടപടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ കൊണ്ട് കേന്ദ്ര ഗവൺമെന്റുമായി സംസാരിപ്പിച്ച് ചെയ്യിപ്പിക്കാനുള്ള ഒരു മനോഭാവത്തിലാണ് ഞാൻ ഈ ചർച്ചയിൽ അവസാനമായി പങ്കെടുക്കാൻ ചർച്ചയിൽ കൺക്ലൂഡിംഗ് സമയമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് എനിക്ക് പറയാനുള്ളത് ഓക്കെ. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സന്നദ്ധ വർക്കർ എന്നത് മാറ്റി സന്നദ്ധ പ്രവർത്തക എന്നത് മാറ്റി തൊഴിലാളി എന്നാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൊതുവേ ഇടതുപക്ഷത്തുള്ളവർ പറയുന്നത് അങ്ങനെയാണ്. വാസ്തവത്തില് ഈ സുരേഷ് ബാബു വളരെ നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പറയാൻ പറ്റില്ല. കാരണം നേരത്തെ ശാലിനെ പറഞ്ഞതാണ്, എല്ലാവർക്കും ഭയമാണ് പിണറായി വിജയനെ. ഇപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? സുരേഷ് ബാബു എന്താ പറഞ്ഞത്? സുരേഷ് ബാബു പറഞ്ഞത് ആശാപ്രവർത്തകരുടെ ഈ കാര്യം തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ്. ഞാൻ വെറുതെ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കുക.
സുരേഷ് ബാബു, താങ്കളുടെ നേതാക്കന്മാർ, മന്ത്രി വേണമെന്നൊന്നും ഞാൻ പറയില്ല, താങ്കളുടെ ഈ NCPയുടെ നേതാക്കന്മാർക്ക് ഈ മനോഭാവം ഉണ്ടെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ 50 ദിവസമായി ഇരിക്കുന്നവരുടെ അടുത്ത് ഒന്ന് പോയി 1 മണിക്കൂർ ഒന്ന് ഇരിക്കോ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ തയ്യാറാണ്. ഞങ്ങള് ഈ ആശമാർക്ക് ഇത് കൊടുക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയോട് പറയും, ഞങ്ങൾ വന്നിരിക്കാൻ തയ്യാറാണ്. ഒന്ന് പോയിരിക്കോ. നിങ്ങളൊന്ന് പോയിരുന്നാൽ കേരളത്തിലെ രാഷ്ട്രീയം മാറും. യെസ്, കേരളത്തിലെ ആശമാരുടെ കാര്യത്തിൽ മാറ്റം സംഭവിക്കും. വെറുതെ നമ്മൾ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ഡയലോഗ് നമുക്ക് ആർക്കും അടിക്കാം. ഇന്ന് CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നുണ രാജ്യം ഭരിക്കുമ്പോൾ സത്യം സെൻസർ ചെയ്യപ്പെടും. വാസ്തവത്തിൽ അങ്ങനെയല്ല. കള്ളൻ ക്യാപ്റ്റൻ കള്ളനാകുമ്പോൾ മാനം മുടിമുറിക്കും. അനിൽ നമ്പ്യാർ കേൾക്കുന്നുണ്ടോ ഞാൻ അതെ പറയുന്നത്? അതെ 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 ശരിയാ. ക്യാപ്റ്റൻ കള്ളനാകുമ്പോൾ മാനം മുടിമുറിക്കും. ഇവിടെ ക്യാപ്റ്റൻ കള്ളനാണ്, യെസ് ക്യാപ്റ്റൻ ചതിയനാണ്, യെസ് ക്യാപ്റ്റൻ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാത്തവനാണ്. ക്യാപ്റ്റന്റെ കുടുംബവും ക്യാപ്റ്റന്റെ പാർട്ടിയും ക്യാപ്റ്റന്റെ മുതലാളിമാരും ക്യാപ്റ്റന്റെ ഇംഗീതവും മാത്രമാണ്. ക്യാപ്റ്റന് സാധാരണക്കാരന്റെ വിചാരങ്ങളില്ല. അതുകൊണ്ടാണ് Yes. മാനം മുടിമുറിച്ചത്. അതുകൊണ്ട് ക്യാപ്റ്റൻ Okay. കള്ളനാകുമ്പോൾ മാനം മുടിമുറിക്കും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് Okay. കേരളത്തിലെ ആശമാരുടെ മാനമാണ് ഇന്ന് ഈ പിണറായി സർക്കാരിന്റെ 50 ദിവസം പിണറായി സർക്കാരിന്റെ മുമ്പിൽ Yes. മുട്ടിലിഴഞ്ഞ് നടത്തിയ സമരത്തെ കാണാതിരിക്കുന്നത് കൊണ്ട് അവരുടെ മാനം അവർ സ്വയം പിണറായി വിജയന്റെ മുമ്പിൽ മുടിമുറിച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, സമയപരിമിതി കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും നേരത്തെ പാണ്ഡ്യാല ഷാജി ചൂണ്ടിക്കാണിച്ചതുപോലെ അനിവാര്യതയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു സമരമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് അടിച്ചമർത്താൻ ഒരു തമ്പുരാൻ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പേർ ചേർക്കും.